ഹലോ. സ്തോത്രം 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 സ്തോത്രം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനും ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി കാലം കർത്താവെ കർമ്മൽ ഗ്രൂപ്പിനെ എൻ്റെ അപ്പായുടെ പൊന്നുപാതവിടത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, എല്ലാ പ്രാർത്ഥനകളും കർത്താവെ വചന ശുശ്രൂഷയെല്ലാം ആദിയോടൊന്നും പരിശുദ്ധാത്മാവിനാൽ തന്നെ നയിക്കപ്പെടുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആർക്കും യാതൊരു നെറ്റിൻ്റെ പ്രോബളങ്ങളും ഇല്ലാതെ കർത്താവെ അത് പൂർണ്ണതയിൽ എത്തിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിന്റെ കരം അനുഗ്രഹമായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ. പെണ്ണമ്മ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവ് യേശുവേ നന്ദി. പറയുന്ന കേൾക്കാവോ? ഹലോ ഹലോ. കേൾക്കാം. പെണ്ണമ്മ പാട്ട് പാട്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ. ആനന്ദദായകം. ഘട്ടങ്ങൾ വന്നാലോ നഷ്ടങ്ങൾ വന്നാലോ പ്രത്യേകിച്ച് നായകൻ കൂട്ടാളിയാണ്. ഘട്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ. ആനന്ദദായകം. യുഗത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ യുഗത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണ്. സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണ്. നഗാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ സകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണ്. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണ്. പ്രിയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ. ആനന്ദദായകം. നല്ലിടയേ ഉത്തമ സ്നേഹിതൻ നിത്യേന രാജാവേ കൂട്ടാളിയാണ്. നല്ലിടയേ ഉത്തമ സ്നേഹിതൻ നിത്യേനം രാജാവേ കൂട്ടാളിയാണ്. ഫോൺ വേണോ? പാട്ടുപാടും എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ. ആനന്ദദായകം. കേള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമോ
കട്ടങ്ങളേറ്റ് പ്രിയനെ കാണാറായി കേള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കട്ടങ്ങളേറ്റ് പ്രിയനെ കാണാറായി എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ പ്രിയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങളെ ആനന്ദദായകം പ്രിയ ജീവിത സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങളെ ആനന്ദദായകം കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്റെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ എന്റെ മഹത്വം കാണുക നീ എന്റെ കയ്യിൽ തരിക നിന്നെ എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും കൃപയാ എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും കൃപയാൽ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്റെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ ഇസ്രായേലിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ ഇസ്രായേലിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കരുതുന്നവൻ ഞാനല്ലയോ കരുതുന്നതെന്തിനു നീ
കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്റെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്റെ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പാട്ടുപാടി അമ്മച്ചി ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി പ്രിയപ്പെട്ട ദേവദാസി സന്ധ്യ മനോജിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പ്രബോധനത്തിനായി സ്വാഗതം ചെയ്യുന്നു. Praise the Lord. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് നാം വായിക്കുന്ന സങ്കീർത്തനം തുടർമാനമായി നാം വായിച്ചു വരുന്ന സങ്കീർത്തനത്തിൽ 13-ാം സങ്കീർത്തനമാണ് നാം ഇവിടെ വായിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് വേദപുസ്തകം കയ്യിലുള്ളവരെല്ലാവരും തുറന്ന് 13-ാം സങ്കീർത്തനം നമുക്ക് ചേർന്ന് വായിക്കാം. സങ്കീർത്തനം 13. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിനം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും? എന്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരം അരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എന്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എന്റെ വൈരികൾ ഉല്ലസിക്കുമരുതേ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. പ്രൈസ് ദി ലോർഡ്. നല്ല സങ്കീർത്തനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. 13-ാം സങ്കീർത്തനത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കേണ്ടത് എന്താണോ അത് വ്യക്തവും ശക്തവുമായി നമ്മളോട് സംസാരിക്കേണ്ടതിന് വേണ്ടി, അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന്, ആശ്വാസത്തിന്, വിടുതലിന്, പരിവർത്തനത്തിന്, ഗുണീകരണത്തിന് കാരണമായി തീരേണ്ടതിന് ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധി പകരാം, നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായ സ്തോത്രം. വായിച്ചു കേട്ടതായ സങ്കീർത്തനത്തിനായ സ്തോത്രം. ഈ ദൈവവചനം കർത്താവെ അങ്ങ് ഏതാത്മാവിനാൽ രചിക്കപ്പെടുത്തോ അതേ ആത്മാവിനാൽ ഇത് വിവർത്തനം ചെയ്യുവാൻ അടിയനെ സഹായിക്കുമാറണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ പരിവർത്തിക്കണമേ. കേൾക്കുന്ന ജനത്തിൽ അതൊരാശ്വാസമായി, അനുഗ്രഹമായി കർത്താവെ തീർക്കുന്നതിനായി സ്തോത്രം. ആദ്യോടുന്ന പരിശുദ്ധാത്മാവ് തന്നെ നിർവഹിക്കണം. സകലതും അങ്ങയുടെ നിയന്ത്രണത്തിന്റെ കീഴിലാക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അല്പനേരത്തേക്കവർ നിന്നെ മറന്നാൽ കോപത്തോടെ തന്റെ മുഖം മറച്ചാൽ. അല്പനേരത്തേക്കവർ നിന്നെ മറന്നാൽ കോപത്തോടെ തന്റെ മുഖം മറച്ചാൽ. മാനം തിരിഞ്ഞോ മടങ്ങി വന്നാൽ അരികിൽ വന്നാശ്വാസം പകരുന്നവൻ. മാനം തിരിഞ്ഞോ മടങ്ങി വന്നാൽ അരികിൽ വന്നാശ്വാസം പകരുന്നവൻ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ചയുടെ വൈകിയ സമയത്തും
ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ, ശേഷാൽ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനോട് ഒരുമിച്ചായിരിക്കാൻ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്റെ ആയുസ്സിൽ ഒരു അവസരവും കൂടെ തന്നതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് നാം വായിച്ച സങ്കീർത്തനം ഒരു ദാവീദിന്റെ സങ്കീർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്ലീസ് ആരെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ ഓപ്പൺ ചെയ്തിരുന്നിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. മൊത്തത്തിൽ ബ്ലൈൻഡ് ആയിട്ട് ഞാൻ കാണുന്നു. ആർക്കെങ്കിലും സാഹചര്യം ഉള്ളതിന് ഓക്കെ. താങ്ക് യു. ദാവീദ് എഴുതിയതായ ഒരു നല്ല സങ്കീർത്തനമാണ് 13-ാം സങ്കീർത്തനം. നമ്മുടെ പ്രയർ ഗ്രൂപ്പില് ഓരോ ദിവസവും തുടർമാനമായി വായിച്ചു കൊണ്ടുവരുന്ന സങ്കീർത്തനമാണ് എന്നിങ്ങനെ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ലഭിച്ച സങ്കീർത്തനം 13-ാമത്തെ സങ്കീർത്തനമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഈ 13-ാം സങ്കീർത്തനത്തിലൂടെ നമ്മളോട് സംസാരിക്കുവാനുണ്ട്. ഒരു കാലഘട്ടത്തിൽ ദാവീദിനോട് സംസാരിച്ച കർത്താവ്, ദാവീദിനെ വിടുവിച്ച കർത്താവ്, ദാവീദിന് ആശ്വാസം പകർന്ന യഹോവ നമ്മെയും ഈ രാത്രിയിൽ ആശ്വസിപ്പിക്കും. നമുക്ക് സമാധാനം തരും, നമുക്ക് സന്തോഷം തരും. വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. അന്ന് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി അരുളി ചെയ്ത ദൈവത്തിന്റെ വചനം കാലങ്ങൾ എത്ര കഴിഞ്ഞാലും വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെ ഈ കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടിയാണ് അത് എഴുതിയതെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒന്നാണ് ദൈവവചനം. അത് ദൈവവചനത്തിന്റെ മാത്രം പ്രത്യേകതകളാണ്. ചരിത്ര പുസ്തകങ്ങൾ പലതും നമ്മൾ വായിച്ചിട്ടുണ്ട്, വായിക്കാൻ ഇനിയും സാധ്യതകളുണ്ട്. എന്നാൽ അതൊരു കഥ പോലെ നമ്മളെ വിട്ട് കടന്നു പോവുകയുള്ളൂ, അല്ലെ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ വായിച്ചു, അതിലെ ചിലതൊക്കെ നമ്മുടെ തലയിലുണ്ടാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം നമ്മൾ ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഓക്കെ, ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിലെ മെയിൻ കഥാപാത്രം ഇന്നതാണ്, നമ്മൾ സാധാരണ അങ്ങനെ പറയാറുണ്ട്, അല്ലെ? പക്ഷെ വേദപുസ്തകം നമ്മൾ ഓർത്തു നോക്കിക്കേ. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് വളർന്നു വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രായമാകുമ്പോൾ തന്നെ നമ്മള് ദൈവവചനം വായിക്കാൻ തുടങ്ങും. ആ വായന വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ നമ്മൾ വായിക്കുകയാണ്. വായിച്ചത് തന്നെ തന്നെയും പിന്നെയും നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലെങ്കിലും ഇത് മുഴുവൻ ഞാൻ വായിച്ചതാ, ഇനി വായിക്കണ്ട, അല്ലെങ്കിൽ എനിക്കിതറിയാം എന്ന് പറഞ്ഞ് നമ്മൾ അടച്ചു വെക്കാറുണ്ടോ? ഒരിക്കലും നമുക്ക് മടുക്കാത്ത ഒരു പുസ്തകമുണ്ടെങ്കിൽ സത്യവേദ പുസ്തകമാണ്. ഈ സത്യവേദ പുസ്തകം മടുക്കാത്തതിന്റെ കാരണം ഇത് സത്യവചനമാണ്, ഇത് ജീവന്റെ വചനമാണ്. അന്നും ഇന്നും എന്നും നമ്മളോട് സംസാരിക്കുന്ന തിരുവചനമാണ് വിശുദ്ധ വേദപുസ്തകം. ഈ വേദപുസ്തകത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഇത്. പുസ്തകങ്ങളിൽ പ്രത്യേകത ഉള്ള ഒരു പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരുപോലെ പറയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭക്തനായ ദാവീദിനോട്, ദാവീദിന്റെ പ്രതിസന്ധിയിൽ പ്രതികൂലത്തിൽ സംസാരിച്ച യഹോവ ഈ രാത്രിയിൽ നമ്മളോട് സംസാരിക്കാനിടയായിട്ട് 2025 ഏപ്രിൽ മാസം 17-ാം തീയതി വൈകിട്ട് എന്നോട് സംസാരിക്കും. മോളിയാൻറ്റിയോട് സംസാരിക്കും. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സംസാരിക്കുവാനുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ 1 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായത്തിലേക്ക് നാം വരികയാണെങ്കിൽ 26, 27 അധ്യായങ്ങളിലേക്ക് വരുമ്പോ നമുക്ക് ഈ വേദപുസ്തകം, ഈ 13-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തെ നമുക്ക് കാണുവാൻ കഴിയും. 1 ശമൂവേൽ 26-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തില് ഇപ്രകാരം വായിക്കുന്നു: എന്റെ രക്തം യഹോവയുടെ മുൻപാകെ നിലത്ത് വീഴരുതേ, ഒരുത്തൻ പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ തേടുന്നത് പോലെ ഇസ്രായേൽ രാജാവ് ഒരൊറ്റ ചെള്ളിനെ തിരഞ്ഞ് പുറപ്പെട്ടിരിക്കുന്നു എന്നും അവൻ പറഞ്ഞു. ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, ശൗൽ തന്നെ കൊല്ലുവാൻ, ദാവീദിനെ കൊല്ലുവാൻ, ദാവീദിനെ ഉപദ്രവിക്കുവാൻ, കാരണമില്ലാതെ തന്നെ ദണ്ഡിപ്പിക്കുവാൻ, പീഡിപ്പിക്കുവാൻ തനിക്ക് പിൻപേ ഗമിക്കുന്നതായ ഒരു ശൗലിനെ ദാവീദ് ഇവിടെ വരച്ചു കാണിക്കുകയാണ്. രക്ഷപ്പെടുവാൻ ഒരു മാർഗവും ഇല്ലാതെ ശൗൽ തന്നെ കാർന്നു തിന്നുവാൻ
അവന്റെ പുറകെ തന്നെ പിൻഗമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 21 ശമൂവേൽ 27 അധ്യായത്തിന്റെ 1 വാക്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കുകയുള്ളൂ. നിരാശയുടെ പടുകുഴിയിൽ നിന്ന് ദാവീദ് പറയുകയാണ്, ഞാൻ ജീവിച്ച് മടുത്തു. ഞാൻ ഈ ശൗലിന്റെ മുൻപിൽ ഭയന്നും വിറച്ചും പേടിച്ചും എന്റെ ആയുസ് മുഴുവൻ കഴിയുകയുള്ളൂ. ഈ രീതിയിൽ ഞാൻ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഒരു ദിവസം ഈ ശൗലിന്റെ കൈക്ക് ഞാൻ മരിക്കുകയുള്ളൂ. അങ്ങനെ അവൻ നിരാശയുടെ വാക്കുകൾ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ശൗലിന്റെ മുൻപിൽ ഭയത്തോടെ തന്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു ദാവീദിനെ 1 ശമൂവേൽ 27 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കുകയുള്ളൂ. ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവർത്തിയില്ല. ഓർത്തു നോക്കിക്കേ ആ ഒരു വിഷമം, ആ ഒരു വേദന ഓർത്തു നോക്കിക്കേ. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും. ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ദാവീദ് രക്ഷപ്പെടുവാനുള്ള അവസാന മാർഗം ചിന്തിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ 13 സങ്കീർത്തനം ശൗലിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എങ്ങനെയാണ് എന്ന് യഹോവയോട് ദാവീദ് സംസാരിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ട് നമുക്കിത് വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയും. ദാവീദ് വേദനയോടെ യഹോവയോട് പറയുന്ന ചില കാര്യങ്ങളെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഈ സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളിൽ വളരെ ഭാരത്തോടെ ദാവീദ് ഒരു വാക്ക് പറയുന്നുണ്ട്. ഒന്നിലധികം പ്രാവശ്യം ഒരുപോലെ പരാമർശിച്ചിരിക്കുന്ന ഒരു വാക്കാണ് എത്രത്തോളം 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 എന്നുള്ളത്. 1-2 വാക്യങ്ങളിൽ 4 പ്രാവശ്യം എത്രത്തോളം എത്രത്തോളം, അല്ലെ, യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. ഇനി 2-ാം വാക്യം, എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. എത്രത്തോളം എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും. ഓർത്തു നോക്കിക്കേ, വളരെ വേദനയോടെ പറയുന്നത്. നമ്മൾ പറയാറുണ്ട്, മതി കർത്താവേ, എത്രയായി ഞാൻ അനുഭവിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയും, മതി മക്കളെ, നിങ്ങൾ എന്തോരമായി എന്നെ ഈ ഉപദ്രവിക്കുന്നത്, അല്ലെ? നമ്മുടെ പ്രശ്നസന്ധിയിൽ, കർത്താവേ എനിക്കിനി സഹിക്കവയ്യ, എത്രത്തോളം ഞാൻ സഹിക്കണം. ദാവീദും വേദനയോടെ, കാരണം മനുഷ്യന്റെ മുൻപിൽ പറയുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അവൻ ദൈവത്തിന്റെ മുൻപിൽ കടന്നു വന്നേച്ച് ദാവീദ് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്, യഹോവേ നീ എന്നെ എത്രത്തോളം മറന്നു. ഒരു സാധാരണ പക്ഷിയായ ഒരു മനുഷ്യനെയാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്. സഹായം മറ്റൊരിടത്തുനിന്ന് ലഭിക്കാതിരിക്കുമ്പോ, മാനുഷിക കരങ്ങൾ ഒന്നും തന്നെ ബലപ്പെടുത്തുവാൻ ഇല്ലാതിരിക്കുമ്പോ, മാനുഷികമായ ഒരു നല്ല വാക്ക് പോലും കേൾക്കുവാൻ ദാവീദിന് ഇല്ലാതിരിക്കുമ്പോൾ, ദാവീദ് യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തിയേച്ച് പറയുന്ന ഒരു കാര്യമാണ്, യഹോവേ നീ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും, എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദുഃഖത്തോടെ വേദനയോടെ ഒരു മനുഷ്യനോടും പറയുവാൻ കഴിയാതെ, ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ ഭർത്താവിന് പോലും എന്റെ വേദന മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, എന്നെ നൊന്ത് പെറ്റു വളർത്തി എന്നെ ഇന്നയോളം നടത്തിയ ഒരു മാതാവിനോട് എന്റെ വേദന പറയുവാൻ കഴിയാതിരിക്കുമ്പോൾ, നമ്മുടെ എല്ലാം എന്ന് നാം കരുതുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ ഹൃദയവേദന പങ്കിടുവാൻ കഴിയാതിരിക്കുമ്പോൾ, ഈ രാത്രിയിൽ ദൈവത്തോട് യഹോവയുടെ മുൻപിൽ, നല്ല കർത്താവിന്റെ മുൻപിൽ നാം കടന്നു വന്ന, കർത്താവേ എത്രത്തോളം എന്റെ ഈ പ്രശ്നത്തിൽ നിന്ന്, എന്റെ ഈ വേദനയിൽ നിന്ന്, ഞാൻ അനുഭവിക്കുന്ന ഈ മഹാകഷ്ടത്തിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ മനസ്സാകണമേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളിൽ ആരെങ്കിലും വേദനയോടെയാണോ എന്നെ കേൾക്കുന്നത്? ദുഃഖത്തോടെയാണോ കഴിയുന്നത്? മുൻപോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കുവാൻ കഴിയാതെ വേദനയോടെയാണോ ഇരിക്കുന്നത്? എത്രത്തോളം 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 ഞാൻ ഇത് അനുഭവിക്കണമെന്നുള്ള വ്യാകുല ചിന്തയോടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്? ഭാവിയെ ഓർത്ത് ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ കടബാധ്യതയുടെ മുൻപിൽ മുൻപോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കുവാൻ കഴിയാതെ നിവൃത്തിയില്ലാതെ ആയിരിക്കുമ്പോൾ, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ വഴികളും പാതി
പാതി വഴിയിൽ നിന്നുകൊണ്ടിരിക്കുമ്പോ, മുൻപോട്ട് നോക്കുമ്പോൾ ചെങ്കടലും പുറകോട്ട് നോക്കുമ്പോൾ ഫറവോനും സൈന്യമാണ് നിൽക്കുന്നത് എങ്കിലും നടുക്ക് നിൽക്കുന്ന ഇസ്രായേൽ ജനം, അല്ലെങ്കിൽ മോശ പറയുന്നു, എത്രത്തോളം യഹോവേ, എത്രത്തോളം ഞാനിത് അനുഭവിക്കണം. ഈ മനോവേദനയോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, യഹോവയായ കർത്താവ് ദാവീദിനോട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സംസാരിച്ച യഹോവയുടെ ശബ്ദം നമ്മുടെ ഈ കാർമേൽ പ്രയർ ഗ്രൂപ്പിൽ ഈ രാത്രിയിൽ വരികയാണ്. മകനെ, മകളെ, നിന്റെ വിഷയത്തിന് പരിഹാരമായി, നിന്റെ പ്രശ്നത്തിന് പരിഹാരമായി, നീ എന്തിനെയാണോ ഭയപ്പെടുന്നത്, നീ എന്തിനാണോ പേടിക്കുന്നത്, നീ എന്തിനെ ഓർത്താണോ വ്യാകുലപ്പെടുന്നത്, എന്തിനെ ഓർത്താണോ നീ മനം നൊന്തുകൊണ്ടിരിക്കുന്നത്, ആ വിഷയത്തിന്റെ മുൻപിൽ നിനക്കൊരു വിടുതലുണ്ട്. നിന്റെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്ന, നിന്റെ വേദനകളെ അറിയുന്ന ഒരു നല്ല ദൈവം നിന്റെ മുൻപിലുണ്ട്. അതുകൊണ്ട് നീ നിരാശപ്പെടരുതേ, ഭാരപ്പെടരുതേ. ഇന്ന് അനുഭവിക്കുന്ന വേദന നാശത്തിനല്ല, നീ ഇല്ലാതായി തീരുവാനല്ല, നീ നഷ്ടപ്പെട്ടു പോകുവാനല്ല. ശൗലേ, നീ എന്നെ എത്ര ആക്രമിച്ചാലും, നീ എന്റെ പിന്നാലെ എത്രത്തോളം ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നാലും, ഞാൻ യഹോവ ഭക്തനായിരിക്കെ, ദാവീദിന്റെ ഒരു പ്രത്യാശയാണ്, യഹോവ എന്നെ മറക്കത്തില്ല, യഹോവ എന്നെ ഉപേക്ഷിക്കില്ല. ശൗലനെ ഉപേക്ഷിക്കട്ടെ, ശൗലനെ ഉപദ്രവിക്കട്ടെ, എന്റെ കൂടെയുള്ളവരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തട്ടെ, പക്ഷെ ഞാൻ ആശ്രയിക്കുന്നവൻ യഹോവയാണ്. യഹോവ എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, ഒന്നിൽ അധികം പല പ്രാവശ്യം ഉദ്ധരിച്ചിരിക്കുന്ന ഒരു വാക്കാണ് എത്രത്തോളം. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് കാർമേൽ പ്രയർ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ടവരോട് പ്രത്യാശയുടെ വാക്കുകൾ പറയുന്നു. പ്രിയമുള്ളവരെ, എത്രത്തോളം എന്നുള്ള വേദനയോടെ ചില വിഷയങ്ങളുമായി നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുകയാണെങ്കിൽ, ആ വിഷയത്തിന്റെ മുൻപിൽ ഈ രാത്രി മറുപടിയാണ്. അതുകൊണ്ട് എത്രത്തോളം എന്നുള്ളതല്ല മക്കളെ, മതി. വേദപുസ്തകത്തിലേക്ക് നോക്കിക്കേ, എത്രത്തോളം എന്ന് വേദനയോട് പറഞ്ഞ ചില പ്രിയപ്പെട്ടവരെ നമുക്ക് പരിചയപ്പെടാം. വേഗത്തിൽ ഞാൻ നിർത്താം. 12 വർഷം ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ചു, സൗഖ്യമില്ല. സമൂഹത്തിന്റെ മുൻപിൽ അവഗണിക്കപ്പെട്ടവൾ, ആ 4 പേര് കൂടുന്നിടത്ത് അവൾക്ക് നിൽക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥ. എല്ലാവരും അവളെ അയിത്തം ഭാവിച്ച് നിൽക്കുന്നു. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, നമ്മൾ 4 പേര് നിൽക്കുമ്പോൾ എന്നെ നിങ്ങൾ ആരും മൈൻഡ് ചെയ്യാതെ, ഇപ്പൊ മോളി സിസ്റ്ററിനെയോ മോനിഷ ആന്റീനെയോ ഒക്കെ പരിചയം നോക്കിക്കൊണ്ടിരിക്കുക, എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. എന്റെ വേദന എന്തായിരിക്കും എന്ന് ഓർത്തു നോക്കിക്കേ, അല്ലേ? നമുക്ക് അങ്ങനെ തോന്നാറില്ലേ? പല സാഹചര്യങ്ങളിൽ നാം ഒറ്റപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യാറില്ലേ? 1, 2 അല്ല, 12 വർഷം സമൂഹത്തിൽ, ഭവനത്തിൽ, പ്രിയപ്പെട്ടവരിൽ, കൂട്ടുകാരിൽ ജീവിതത്തിന്റെ ഒരു നല്ല പങ്ക്. നമ്മൾ സഹോദരിമാരാണല്ലോ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക. ആ കാലഘട്ടത്തിലൊക്കെ ഒരു പക്ഷേയെങ്കിൽ 13 14 വയസ്സിലൊക്കെ ആയിരിക്കാം ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി എന്ന് വിചാരിക്കുന്നത്. ഒരു 14 വയസ്സിൽ അല്ലെ 12 വയസ്സിൽ പ്രായപൂർത്തിയായി ഒരു പെൺകുട്ടി 12 വർഷവും കൂടെ കൂടി കഴിയുമ്പോൾ ഓർത്ത് നോക്കി, 24 വർഷം ഇല്ലേ? ഓർത്തു നോക്കിക്കേ, ആ പെൺകുട്ടി വേദനയും ഒറ്റപ്പെടലും ഭാരവും ദുഃഖവും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞത്. അവളും പറയുന്ന ഒരു കാര്യമുണ്ട്, എത്രത്തോളം യഹോവേ, എത്രത്തോളം യേശു കർത്താവേ, ഞാൻ ഈ ഒറ്റപ്പെടൽ അനുഭവിക്കണം, ഞാൻ ഈ വേദന അനുഭവിക്കണം, ഞാൻ ഈ നിരാശ അനുഭവിക്കണം. ഈ സമൂഹത്തിൽ നിന്ന് എന്നെ എന്തോരം പേരാ നികൃഷ്ട ജീവിയെ പോലെ കാണുന്നത്. നിനക്ക് എന്നോട് കരുണ തോന്നിക്കൂടെ? ഇവൾ വേദനയോടെ ഇരുന്ന സമയത്ത് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏറിയ വൈദ്യന്മാരാൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അവർക്ക് കൊടുക്കുവാൻ കഴിയാത്ത സൗഖ്യം അവളുടെ കാതിൽ കേട്ടു, നസ്രയനായ യേശു ഇതുവഴി വരുന്നു. മകനെ, മകളെ, യേശു ക്രിസ്തുവിനെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയാൽ, യേശു ക്രിസ്തുവിന്റെ ക്ഷണം നിങ്ങൾ മനസ്സിലാക്കിയാൽ, ആ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലാണ്. ആ ദിവസം നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരമാണ്. അവൾ അറിഞ്ഞു, താൻ പാർക്കുന്ന ദേശത്തിലൂടെ, താൻ ജീവിക്കുന്ന ആ ഭവനത്തിന്റെ മുൻപിലൂടെ നസ്രയനായ യേശു കർത്താവ് കടന്നു വരുന്നു. ഏറിയ കാലം കൊണ്ട് എത്രത്തോളം എന്നെ വിടിവിക്കും, എത്രത്തോളം ഞാൻ ഈ വേദന സഹിക്കുമെന്നുള്ള ചിന്തയോടെ ഏറിയ കാലം കഴിഞ്ഞ രക്തസ്രാവക്കാരി സ്ത്രീ ആ പകലിൽ യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. ക്ഷണത്തിൽ
ദൈവശക്തി അവളിൽ പുറപ്പെട്ടു. ഈ രാത്രിയിൽ വേദനയോടെ ഇരിക്കുന്നവരോട് ദൈവാത്മാവിൽ ഞാനൊരു കാര്യം പറയട്ടെ. വിശ്വാസത്തോടെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ, അവന്റെ ശബ്ദം കേൾക്കുവാൻ, അവനെ ഒന്ന് തൊടുവാൻ, അല്ല ക്രിസ്തുവിന്റെ സ്പർശനം ഒന്ന് ഏൽക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ എത്രത്തോളം എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ വിടുതലുണ്ട്, വിടുതലുണ്ട്, വിടുതലുണ്ട്. 38 വർഷം കുളക്കടവിൽ തളർവാദ രോഗത്താൽ ഭാരപ്പെട്ട സഹോദരനോട് ചോദിച്ചു നോക്കിക്കാൻ അവന് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. അവനോട് എല്ലാ ദിവസവും വന്ന് ഓരോരുത്തരിക്കും നീ എന്താ ഈ കിടക്കുന്നത്? അപ്പൊ അവനും പറയാനുണ്ട്, ഞാൻ എത്രത്തോളം സഹോദര ഞാൻ ഇത് സഹിക്കുന്നു, എത്ര കാലമായിട്ട് ഞാൻ ഈ വേദന സഹിക്കുന്നു. യേശു കർത്താവ് അവന്റെ അടുക്കലും വന്നു 38 വർഷം അവൻ അനുഭവിച്ച മഹാവ്യതയിൽ നിന്ന് അവനും വന്നു വിടുതലിന്റെ ഒരു ദിവസം, വിടുതലിന്റെ ഒരു ദിവസം. എന്നെ കേൾക്കുന്നവരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വേദന അനുഭവിക്കുന്ന വിഷയങ്ങൾ ചിലത് വർഷങ്ങളായി അനുഭവിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ വേദനകൾ ആരോടും പറയുവാൻ പറ്റാത്തതായിരിക്കാം. പരിശുദ്ധാത്മാവിൽ കർത്താവ് എന്നിലൂടെ നിങ്ങളോട് പറയുന്ന കാര്യമുണ്ട്. വിശ്വാസത്തോടെ നിങ്ങൾ അടുത്തു വരിക. നിങ്ങളുടെ വിഷയത്തിന്റെ മധ്യത്തിൽ പരിഹാരമുണ്ട്, വിഷയത്തിന്റെ മധ്യത്തിൽ പരിഹാരമുണ്ട്. ഞാൻ വേഗത്തിൽ പോകട്ടെ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അടുത്തു എന്ന് പറഞ്ഞു കിടക്കുന്ന അനേക ഭക്തന്മാരെ ജീവങ്കലേക്ക് നടത്തിയ ഒരു ദൈവശക്തിയുണ്ട്, ഇല്ലേ? ഏലിയാവ് പറഞ്ഞു, മതി യഹോവേ, മതി, 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 മതി. ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രേസി ആന്റി എന്നെ വിളിച്ചപ്പോ ഇന്ന് ഞാൻ ഈ സംഗീതം ധ്യാനിച്ചപ്പോ എന്റെ ഉള്ളിൽ വേഗം കടന്നു വന്നു. ഞാൻ വേഗം നിർത്തിക്കോളാം. ഞാൻ ഗ്രേസി ആന്റിയോട് ഒരു കാര്യം പറഞ്ഞു. ഗ്രേസി ആന്റി, മതി മതി എന്ന് മനുഷ്യൻ പറയുന്ന, അതാ ഞാനും നിങ്ങളും പറയുന്ന ആ വാക്കിന്റെ മുൻപിലാണ് ദൈവത്തിന് തുടക്കമുള്ളത്. അങ്ങനല്ലേ? ഏലിയാവ് മതി യഹോവേ, മതി, മതി, എനിക്കിനി വയ്യ. ആ മതി എന്ന് പറഞ്ഞെടുത്ത് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഏലിയാവേ, നീ ഇത് കഴിക്ക്, തൃപ്തി പ്രാപിക്ക്, നീ ഇവിടെ കടന്നുറങ്ങാനും നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ആ ദൂരയാത്രയാണ് ഒരു ഏലീശായെ പണിതെടുക്കുവാൻ ഏലിയാവിന് ഉപയോഗിച്ചത്. മതി എന്ന് പറയുന്നിടത്ത് എത്രത്തോളം എന്ന മാനുഷിക വാക്കുകൾ പറയുന്നിടത്ത് നിന്ന് ദൈവത്തിന് പറയുവാനുള്ളത്, പോര മകളെ, ഈ എത്രത്തോളം എന്ന് പറയുന്നിടത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു പുതിയതൊന്ന് സൃഷ്ടിപ്പാൻ, പുതിയതൊന്ന് നിർമ്മിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. നമ്മുടെ കർത്താവ് പുതിയതിന്റെ കർത്താവാണ്, അല്ലെ? എല്ലാവരും ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, മലയാളത്തിൽ ദുഃഖവെള്ളി എന്ന് പറയും, ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഗുഡ് ഫ്രൈഡേ. നിങ്ങൾക്കൊക്കെ ദുഃഖവെള്ളിയാണോ? മോനിഷേന്റിക്ക് ദുഃഖവെള്ളിയാണോ? സങ്കടത്തോടെ ഇരിക്കുന്നു. നമ്മൾ ഇന്ന് ഇത്രയും ഹാപ്പി ആകുന്ന എന്താണ്? ഇന്നാണോ എന്നൊന്നും അറിയത്തില്ല. ഏതോ ഒരു വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ടാണ് ഒരപ്പന്റെ മക്കളായി തീരുവാൻ, ഒരു രക്തത്തിന്റെ അവകാശിയായി തീരുവാൻ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് മനുഷ്യന്റെ മുൻപിൽ, നമ്മളെ പുച്ഛിച്ചവരുടെ മുൻപിൽ മാന്യപാത്രമാക്കി തീർത്തത് നമുക്ക് വേണ്ടി ഒരു രക്ഷകൻ കാൽവറി കുലക്കരത്തിൽ യാഗമായി തീർന്നു. ആ രക്തം നമ്മെ വീണ്ടെടുത്തു. ആ രക്തം നമ്മെ മുൻപോട്ട് നടത്തി. നമ്മളെല്ലാവരും മതി, എനിക്കിനി ജീവിക്കണ്ട, മതി, മതി, മതി എന്ന് പറഞ്ഞ സ്ഥാനമുണ്ട്. മഞ്ജുഷേ, മതി, മതി, എനിക്കിനി വയ്യ, എന്റെ ജീവിതം പരാജയം മാത്രമാണെന്ന് ചിന്തിച്ച സമയമില്ലേ? ഇല്ല. ദൈവം ഈ രാത്രിയിൽ, കർത്താവ് ഈ രാത്രിയിൽ മഞ്ജുഷയോട് പറയുന്നു, ഇല്ല മകളെ, നിന്റെ ജീവിതത്തിന്റെ തുടക്കമായതേ ഉള്ളൂ, തുടക്കമായതേ ഉള്ളൂ. പക്ഷെ നിന്റെ ഹൃദയം, നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി ഏൽപ്പിക്കണം. ഏറിയ വർഷ രക്തസ്രാവത്താൽ ഭാരപ്പെട്ട സ്ത്രീ, 38 വർഷം തളർവാദത്താൽ കിടന്ന ആ ഭിക്ഷാടകൻ, 18 വർഷം കൂനിയായി കിടന്ന സ്ത്രീ, അവരെല്ലാം യേശു ക്രിസ്തുവിന്റെ മുൻപിൽ ഹൃദയത്തെ തുറന്നു കൊടുത്തപ്പോൾ അവർക്ക് വേണ്ടി മതി എന്ന് പറഞ്ഞെടുത്തു നിന്നൊരു തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, കാർമേൽ പ്രയർ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിനൊരു തുടക്കം കുറിക്കുന്ന രാത്രിയായി തീരട്ടെ. തുടക്കം. സമൂഹവും ജാതീയരും സമുദായസ്ഥരും ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ ഈ രാത്രി ഗുഡ് ഫ്രൈഡേ ആയിട്ട് വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുന്ന രാത്രിയായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അവസാന വാക്യം കൂടെ വായിച്ച് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് നിർത്താം. 6-ാം വാക്യം. യഹോവേ,
യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ദുഃഖത്തോടെ തുടങ്ങിയ സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് പാട്ടുപാടും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം മുതൽ, അല്ല, ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തൊട്ട് ഇന്ന് വരെ നമ്മെ നടത്തുമ്പോൾ ദുഃഖങ്ങൾ പലതും നമുക്ക് അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും നാളെ എന്ന് പറയുന്ന ഒരു പകൽക്കാലം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് നന്മയുടെ പകലാണ്. ധൈര്യത്തോടെ ഈ രാത്രിയിൽ പറയാം, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവനെ പാട്ടുപാടും. ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷം നമ്മുടെ കൂടാരങ്ങളിൽ മുഴങ്ങട്ടെ. ഇന്നലകളിൽ എത്രത്തോളം എന്ന് പറഞ്ഞ് വ്യാകുലപ്പെട്ട വിഷയത്തിന്റെ മധ്യത്തിൽ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധി തുറക്കുവാൻ മനസ്സ് കാണിച്ചാൽ അതിന്റെ മുൻപിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട്, ഒരു ദൈവിക കരമുണ്ട്. ആ കരം നമ്മെ വിടുവിക്കട്ടെ. കർത്താവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. നൽകിയ നല്ല അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദാവീദിന്റെ ജീവിതത്തിൽ ശൗലിനെ ഭയന്ന സമയത്ത് ഒരു നല്ല സങ്കേതമായി, ഒരു നല്ല കോട്ടയായി, നല്ല പരിപാലകനായി അങ്ങിരുന്നത് പോലെ ഞങ്ങൾക്ക് തനിയെ നടക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ വേദനയുടെ മധ്യത്തിൽ ഞങ്ങൾ തിരുസന്നിധിയിൽ അഭയം പ്രാപിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മയെ ഓർത്ത് പാട്ടുപാടുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം തന്നതിനായി സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച യഹോവയുടെ ശബ്ദം ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലും അരുളി ചെയ്തതിനായി സ്തോത്രം. കേട്ടോ ജനത്തെ അനുഗ്രഹിക്കണം. ദൈവവചന ശുശ്രൂഷിപ്പാൻ അടിയനെ പ്രാഗൽഭ്യം തന്നതിനായി സ്തോത്രം. തിരുനാമ മഹത്വം എടുക്കണം. കാർമേൽ പ്രയർ ഗ്രൂപ്പിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു നിമിഷം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അവസരം തന്ന കർത്താവിന്റെ ദാസിയോടും വിശേഷാൽ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ സഹോദരങ്ങളോടും ദൈവസ്നേഹത്തിൽ നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ. പ്രിയപ്പെട്ട സന്ധ്യ മനോജ്, അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൽ കൂടി നിങ്ങൾ എല്ലാ മക്കൾക്കും മനസ്സിലാകത്തക്ക രീതിയിൽ കൂടി ഈ സങ്കീർത്തനം പ്രബോധിപ്പിച്ച ദൈവദാസിക്ക് ഞങ്ങളുടെ 1000 നന്ദി സമർപ്പിക്കുന്നു. വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വേർതിരിക്കുകയാണ്. അതിൽ കർമ്മേൽ ഗ്രൂപ്പിനെ എല്ലാ ഫാമിലിയെയും വഹിച്ചുകൊണ്ട്, അവരുടെ വിഷയങ്ങളെയും വഹിച്ചുകൊണ്ട് ആർക്കാണോ ദൈവം പ്രേരണ തരുന്നതെന്ന് വെച്ചാൽ ശബ്ദമുയർത്തി ഒരാൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അടിയങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. കർത്താവെ, ഈ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനെ കർത്താവിന്റെ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇതിന്റെ അഗ്നായിരിക്കുന്ന സഹോദരി ഗ്രേസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ കുടുംബത്തോട് കൂടെ ഇരുന്ന് ഇത്രത്തോളം ജയം നൽകിയതെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ആ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബനാഥനെ സമർപ്പിക്കുന്നു കർത്താവെ. സഹോദരി ആയിരിക്കുന്നിടത്ത് ദൈവമേ, ഇത്രത്തോളം അങ്ങേ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും ഒക്കെയും ദൈവം കൊടുത്ത കൃപയ്ക്ക് അങ്ങയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണമച്ചയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വാർദ്ധക്യത്തിലും കർത്താവെ നിന്റെ മകളോട് കൂടെ ഇരുന്ന് അങ്ങേ പാടുവാനും പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും ഒക്കെയും ദൈവം കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തോത്രം ചെയ്യുന്നു. നമ്മൾ അതിന്റെ കുടുംബത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മകളായിരിക്കും കർത്താവെ, നിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ആവശ്യങ്ങളും കുടുംബത്തിലെ കർത്താവെ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളെയും പൊൻവാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സുശീല സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ മകളോട് കൂടെ ഇരുന്ന് ഇത്രത്തോളം കർത്താവ് കൊടുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഗ്രൂപ്പിൽ നിന്ന് ലീഡ് ചെയ്യുവാനൊക്കെയും ദൈവം കൊടുത്ത കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മോളി സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മകളായിരിക്കുന്നിടത്ത് കർത്താവെ, അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ, നിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഈ കർത്താവെ, ഇന്ന് സങ്കീർത്തനം വായിക്കുവാനും അത് പ്രബോധിപ്പിക്കുവാനും തക്കവണ്ണം എന്റെ ദൈവമേ, അവിടുന്ന് കർത്താവെ
സന്ധ്യ സിസ്റ്റർക്ക് കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആ കുടുംബത്തോട് കൂടെ ഇരുന്ന് ദൈവമേ അവിടുത്തെ പ്രവൃത്തിയൊക്കെയും അവരിൽ കൂടെ ഒക്കെയും കർത്താവെ മറ്റുള്ള മക്കൾക്ക് വിതയ്ക്കുവാൻ തക്കവണ്ണം ദൈവം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ബിന്ദുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന്റെ എല്ലാ ആവശ്യത്തെയും ദൈവത്തിന്റെ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മിനി ജോണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ കൃപ ആ കുടുംബത്തോട് കൂടെ ഇരിക്കണമേ. കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നിറവേറ്റി കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ആത്മീക വളർച്ച കർത്താവെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സിജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൽ വളരുവാൻ കർത്താവെ നിന്റെ മകനോട് കൂടെ ഇരുന്ന് കർത്താവെ ഈ ഗ്രൂപ്പ് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരേക്കും കർത്താവെ ഒരു ദിവസം പോലും മുടങ്ങാതെ നിന്റെ മകൻ ഇതിൽ കടന്നു വരുവാനും കർത്താവെ ദൈവവചനം കേൾക്കുവാനും ഒക്കെ കർത്താവ് കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന മകന്റെ എല്ലാ ആവശ്യവും പൊനുപാദത്തെ സമർപ്പിക്കുന്നു. കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. മോളി സഹോദരിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കൃപ കൂടെ ഇരിക്കണമേ കർത്താവെ. കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിഞ്ചു കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ഷെർലി സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകളോട് കൂടെ ഇരുന്ന് കർത്താവെ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ കൃപയിൽ വളരുവാൻ തക്കവണ്ണം ദൈവം കൊടുത്ത കൃപയ്ക്കായി നന്ദി കർത്താവെ. കർത്താവെ എത്രത്തോളം കർത്താവെ മക്കളോട് കൂടെയൊക്കെയും വസിക്കുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഇനി കർത്താവെ ആഴ്ചകൾ കഴിയുമ്പോൾ കർത്താവെ നാട്ടിലേക്ക് കടന്നു വരുവാനൊക്കെയും ആഗ്രഹിക്കുന്ന ദൈവമേ, നീ കൂടെ ഇരുന്ന് കാത്ത് പരിപാലിക്കണമേ. നിന്റെ മകൾക്ക് കർത്താവ് ഇത്രത്തോളം കൊടുത്ത നന്മയ്ക്കായി കോടാനും കൂടി സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. സാറമ്മ സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരോട് കൂടെ ഇരിക്കണമേ. ആ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സന്തോഷ് ബ്രദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ. നിന്റെ മകനായിരിക്കുന്നിടത്ത് കർത്താവെ ആ ചെയ്യുന്ന ബിസിനസ് ഒക്കെ നന്നായി നടക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിന്ദ സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്ര. കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. കുടുംബത്തിലെ എല്ലാ കഷ്ടതയും പ്രയാസങ്ങളും നീക്കി ദൈവത്തിന്റെ കൃപ ആ കുടുംബത്തോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിൻസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. യേശുവേ നന്ദി കർത്താവെ. ജെയിനി സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നിന്റെ മകളോട് കൂടെ ഇരുന്ന് കർത്താവ് എല്ലാ കാര്യങ്ങളും കർത്താവ് നിറവേറ്റി കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ചിഞ്ചുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിൽ വളരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സുജൻ ബ്രദറിനെ കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഇത്രത്തോളം കർത്താവെ ഈ ഗ്രൂപ്പിൽ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബിന്ദു വിജയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കുടുംബത്തിനായി കർത്താവെ കോടാനും കൂടി സ്തോത്ര. പ്രയർ മീറ്റിങ്ങിലൊക്കെയും കടന്നു വരുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഇത് തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾക്ക് കർത്താവെ വന്ന് ഞങ്ങൾക്ക് വചനം തന്നിട്ടുള്ള എല്ലാ പാസ്റ്റർമാരെ എബി പാസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകൻ എപ്പോഴും കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം കൊടുത്ത കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന ഗ്രൂപ്പ് തുടങ്ങിയ കാലം മുതൽ കർത്താവെ ഇന്ന് വരേക്ക് ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന് കർത്താവെ ഞങ്ങൾക്ക് വചനം തന്നിട്ടുള്ള എല്ലാ പാസ്റ്റർമാരെ സിസ്റ്റർമാരെ സഹോദരങ്ങളെ കർത്താവെ ബ്രദേഴ്സിനെ ഒക്കെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ അവരിലൂടെയൊക്കെയും കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവെ. ഈ ഗ്രൂപ്പ് കൂടുതലായും വളരുവാൻ തക്കവണ്ണം എന്റെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സൂസൻ സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇത് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരേക്ക് ഒരു നാളെങ്കിലും ഇതിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അരുൺ ബ്രദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒപ്പം അടിയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിയന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ നീ അവരെ അനുഗ്രഹിക്കണമേ.
കർത്താവെ റിറ്റിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കിച്ചുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ചെറിയാനെയും കർത്താവെ സജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ തിരുകൃപ കൂടെ ഇരിക്കുമാറാകണമേ. കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ കടന്നു വന്ന് കർത്താവെ ആരാധനയിൽ പങ്കെടുക്കുവാൻ തക്കണം അവർക്ക് കർത്താവെ സമയവും അവസരങ്ങളും ഒക്കെയും കരുതി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിവ്യായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം 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 കർത്താവെ. കുഞ്ഞുങ്ങളെ ഒക്കെയും കർത്താവെ അവർക്ക് സമയങ്ങൾ കൊടുത്ത് കർത്താവെ അവർക്കൊരു നല്ല മാനസാന്തരം കൊടുത്ത് കർത്താവെ ദൈവസന്നിധിയിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു വരുവാൻ തക്കണം എന്റെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ കോടാനും കോടി സ്തോത്രം. ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ മകളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർമ്മൽ ഗ്രൂപ്പിലുള്ള എല്ലാ ഭവനത്തെയും അർപ്പിച്ച് പ്രാർത്ഥിച്ച നന്ദി കരേറ്റുന്നു. ഇനി വീണ്ടും നമുക്ക് ഒരു വിഷയം കൂടി പ്രാർത്ഥിക്കാം. സ്വദേശത്തും വിദേശത്തും ഒക്കെ ദൈവനാമത്തിന് വേണ്ടി പീഡകൾ അനുഭവിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹപ്രായം കഴിഞ്ഞിട്ടും തക്കതായ തുണകളെ ലഭിക്കാതെ കടഭാരത്താൽ ഭാരപ്പെടുന്നവര്, സ്വന്തം ഭവനമില്ലാത്തവര്, രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് ഒരാൾ കൂടി ദൈവം പ്രേരിപ്പിക്കുന്ന ഒരാൾ കൂടി എല്ലാ വിഷയങ്ങളെയും വഹിച്ചുകൊണ്ട് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. ക്രൂശിലൂടെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ അടിയങ്ങളെ ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ ധാരാളമായി സഹായിക്കണമേ, സ്വർഗം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാഭിഷേകത്തിന്റെ നടുവിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യണമേ. വ്യക്തിപരമായി കുടുംബമായി ഞങ്ങൾ കർത്താവിനെ വിശ്വസ്തയോടെ സേവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ രാജ്യത്തെ കുടുംബത്തെ വലിയ അത്ഭുതമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാന്റെ സാന്നിധ്യം ഓരോ ഡിവൈസിലും നിറഞ്ഞു കവിയാൻ തക്കണം അങ്ങ് സഹായിക്കണം. ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പിൽ എന്ന് മനസ്സിലാക്കി കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളുടെ തലമുറകളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവസഭകളെ എല്ലാം അങ്ങ് അധികാരപ്പെടുത്തിയിരിക്കുക. ആല സ്തോത്രം. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കണമേ. നേതൃത്വത്തിലായിരിക്കും ഞങ്ങളുടെ വാത്സല്യ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം വലിയ അത്ഭുതം ചെയ്യണമേ. ഇന്നത്തെ പ്രാർത്ഥനയും കർത്താവെ സങ്കീർത്തന പ്രബോധനം വചന ശുശ്രൂഷ എല്ലാം കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതം ചെയ്യണമേ. നിങ്ങൾ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. ഈ വചനത്തിനായി സമയം കൊടുക്കുകയാണ്. രശ്മി വിനോദിനെ വചന ശുശ്രൂഷയ്ക്കായി സാദരം ക്ഷണിക്കുന്നു. നാമം ഈ രാത്രികാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യേ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങളുടെ മധ്യേ നാളിലെ ഇങ്ങനെ ഒരു അവസരവുമായി കടന്നു വരുന്നതും. മറ്റൊന്നുമല്ല, ഞാനായിരിക്കുന്ന സഭയിൽ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഒക്കെ സൂം മീറ്റിങ്ങും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ടാണ് ചില ദിവസങ്ങളായിട്ട് ഈ മീറ്റിങ്ങിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത്. എങ്കിലും ഇന്നലെ ആന്റി വിളിച്ചു, ഇന്ന് അത്യാവശ്യമായിട്ട് മീറ്റിംഗിൽ ജോയിൻ ചെയ്യണമെന്നും അല്പസമയം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കണമെന്നും പറഞ്ഞപ്പോൾ ആന്റിയോട് നോ എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടും ദൈവത്തിന്റെ നിയോഗമായിരുന്നത് കൊണ്ടും പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ അല്പസമയം കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നാം ചിന്തിക്കുവാൻ പോകുന്ന വചനം എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളാണ്. എബ്രായർക്ക് എഴുതിയ അധ്യായത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, ഈ നല്ല വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ രാത്രികാലം അപ്പാ ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിലൂടെ പിതാവേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവ് തന്നെ ശുശ്രൂഷ ഏറ്റെടുക്കണമേ. ആത്മാവിന്റെ ശബ്ദം ഇതിൽ കടന്നു വന്ന് ഓരോ പ്രിയപ്പെട്ടവരുടെയും കാതുകളിൽ മുഴങ്ങുവാൻ അപ്പ അവിടുന്ന് സഹായിക്കണമേ. അടിയനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന
ഈ വചനം ഏത് ഉദ്ദേശത്തോടെയാണോ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്, അതേ ഉദ്ദേശത്തോടെ തന്നെ ഈ മീറ്റിങ്ങിനകത്ത് അത് റിലീസ് ആകേണ്ടതിന് അപ്പന്റെ പുണ്യകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ മുറ്റുമായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, മാനവും മഹത്വം എടുത്താട്ടെ. നസ്രനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. അവിടെ നാം ഇപ്രകാരമാണ് വായിച്ചത്: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഈ ലോകത്തിൽ നമുക്ക് നോക്കുവാനും കാണുവാനും ഒക്കെ ഒരുപാട് പേരുണ്ടെങ്കിലും ദൈവവചനം വളരെ വ്യക്തമായും ശക്തമായും അടിസ്ഥാനമിട്ട് പറയുന്ന ഒരു കാര്യമാണ് യേശുവിനെ നാം നോക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് യേശുവിനെ നാം നോക്കേണ്ടത്? ഹല്ലേലൂയ. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അവൻ വിശ്വാസത്തിന്റെ നായകനാണ്. ഒരു ദൈവ പൈതൽ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ 2 വീടുകളുടെ പണിയെ കുറിച്ച് നാം വായിക്കാറുണ്ട്. അതിൽ ഒന്ന് പാറമേൽ പണിത വീടും ഒന്ന് മണലിന്മേൽ പണിത വീടും. പാറമേൽ ആഴത്തിൽ കുഴിച്ച് അടിസ്ഥാനമിട്ട് പണിത വീട് കാറ്റലച്ചു, മഴ വന്നു, വൻമഴ വന്നു, വെള്ളം പൊങ്ങി, പക്ഷേങ്കിൽ അത് തകർന്നു പോയില്ല. എന്നാൽ മണലിന്മേൽ പണിത വീട് പ്രതികൂല സാഹചര്യങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ തകർന്നു പോകുന്നതായിട്ട് കാണാം. ഇവിടെ നാം വായിക്കുന്ന ഈ പാറ, ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ആ വീട് തകരുവാൻ ദൈവം ഇടയാക്കിയില്ല. ഹല്ലേലൂയ. ഈ ഭാഗത്ത് നാം വായിച്ചപ്പോൾ ഇവിടെയും പറയുന്നത് എന്താണ്? വിശ്വാസത്തിന്റെ നായകനാണ്. ദൈവ പൈതലിന്റെ വിശ്വാസത്തിന്റെ നായകനാണ് യേശു ക്രിസ്തുവാണ്. അവൻ നമ്മളിൽ നല്ല പ്രവൃത്തികളെ ആരംഭിച്ചവൻ അവസാനത്തോളം അതിനെ തികയ്ക്കുവാൻ ശക്തനായതുകൊണ്ട് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നമ്മുടെ നല്ല ഇടയൻ യേശു ക്രിസ്തുവിനെ നമുക്ക് നോക്കി മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. ഇവിടെ മുന്നോട്ട് വായിക്കുമ്പോൾ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്ത്. ക്രൂശിനെ സഹിച്ച കർത്താവ്. ഇന്ന് ലോകമെമ്പാടും ഗുഡ് ഫ്രൈഡേ ആഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവമക്കളായ നമ്മൾ സാമുദായിക ക്രിസ്ത്യാനികളെ പോലെ ഗുഡ് ഫ്രൈഡേ വലിയ ആഘോഷമൊന്നും ആക്കി മാറ്റാറില്ലെങ്കിലും ദൈവ അജനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ ക്രൂശീകരണത്തെ നാം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് കർത്താവ് കാൽവരിയുടെ ക്രൂശിങ്കൽ തകർക്കപ്പെട്ടത്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ 53-ാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റി പ്രവാചക ശബ്ദത്തിൽ വളരെ ശക്തമായും വ്യക്തമായും അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഹല്ലേലൂയ 3 മുതൽ വായിക്കുകയാണ്. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. ഹല്ലേലൂയ. ചൂനേകാരത്തിയോട് ചോദിച്ചാൽ കർത്താവായ യേശുവിനെ കുറിച്ച് പറയും, അവൻ 10,000-ങ്ങളിൽ സുന്ദരനായിരുന്നു. നമ്മുടെ കർത്താവ് 10,000-ങ്ങളിൽ സുന്ദരനായിരുന്ന കർത്താവ് കണ്ടാൽ മുഖം മറച്ചു കളയത്തക്കവണ്ണം ആളല്ലെന്ന് തോന്നിക്കത്തക്ക നിലവാരത്തില് റോമൻ പടയാളികൾ അവനെ അടിച്ചു തകർത്തു. ഹല്ലേലൂയ. അവന്റെ മുഖത്ത് തുപ്പി, അവന്റെ മുഖത്തെ രോമം പറിച്ചു കളഞ്ഞു. കണ്ടാല് അവനെ മനുഷ്യനല്ല എന്ന് തോന്നുമാറ്, ഹല്ലേലൂയ, അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കുന്നത് പലരും കണ്ട് സ്തംഭിച്ചു പോയി. ഹല്ലേലൂയ. 10,000-ങ്ങളിൽ സുന്ദരനായിരുന്ന നമ്മുടെ കർത്താവ് ഹല്ലേലൂയ വിരൂപമാക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ്. ആ ക്രൂശിനെ നമുക്ക് അങ്ങനെ മറന്നു കളയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ആ ക്രൂശീകരണത്തിന്റെ ഹല്ലേലൂയ ഓരോ ഭാഗങ്ങളും ഹല്ലേലൂയ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന് കണ്ണുനീരോടല്ലാതെ ധ്യാനിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. കാൽവരിയുടെ കുലത്തളത്തില് ഹല്ലേലൂയ 3 ആണികളിൽ മേൽ തറയ്ക്കപ്പെടുമ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ നാം ഓരോരുത്തരുമായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വിടുതലിന് വേണ്ടിയാണ്. നമ്മൾ ഓരോരുത്തരും പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, ശാപത്തിൽ നിന്ന് മുക്തി നേടുവാന്, നമ്മളായിരിക്കുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഹല്ലേലൂയ പ്രവേശിക്കേണ്ടതിന് വേണ്ടിയാ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി തറയ്ക്കപ്പെട്ടത്. അവന്റെ പുറം ഉഴവുചാല് പോലെ കീറിയത് ഹല്ലേലൂയ നമ്മളുടെ രോഗങ്ങൾ സൗഖ്യമാകുവാൻ വേണ്ടിയാണ്. അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം ദൈവം തന്നു. നമ്മളുടെ അകൃത്യങ്ങളെല്ലാം അവന്റെ മേൽ ചുമത്തി ഹല്ലേലൂയ നമ്മളുടെ സമാധാനത്തിനു വേണ്ടി അവൻ അകൃത്യയാഗമായി തീർന്നു. ഹല്ലേലൂയ.
ഹാലലൂയ. ആ കർത്താവിനെ നാം ഹാലലിയ ക്രൂശിച്ചത് ഹാലലിയ റോമൻ പടയാളികളാണെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പല സാഹചര്യങ്ങളിലും പല അനുഭവങ്ങളിലും നമ്മുടെ കർത്താവിനെ എത്രയോ പ്രാവശ്യം നാം ഹാലലിയ ക്രൂശിച്ചിട്ടുണ്ട്. നമ്മളുടെ വാക്കുകളില്, നമ്മളുടെ പ്രവർത്തികളില്, നമ്മളുടെ ചിന്തകളിലൂടെ, നമ്മളുടെ ഇടപെടലുകളിലൂടെ ഹാലലിയ പലപ്പോഴും ഈ കർത്താവിനെ എത്രയോ വട്ടം ഹാലലിയ നാം ക്രൂശിച്ചിട്ടുണ്ട്. ഹാലലിയ എത്രയോ വട്ടം ആ കർത്താവിനെ നമ്മൾ അപമാനിച്ചിട്ടുണ്ട്. ഹാലലിയ അവിടെ ഈ റോമൻ പടയാളികൾ അവന്റെ മുഖത്ത് തുപ്പി ഹാലലിയ നീ ദൈവപുത്രനെങ്കില് ഹാലലിയ ആരാണെന്ന് തെളിയിക്കത്തക്ക രീതിയിൽ പല ചോദ്യങ്ങൾ ചോദിച്ച് അവനെ അപമാനിച്ചതായിട്ട് ഹാലലിയ നാം കാണുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം മൂലം എത്രയോ പ്രാവശ്യം ഹാലലിയ കർത്താവിനെ നാം അപമാനിച്ചിട്ടുണ്ട്. ഹാലലിയ റോമൻ പടയാളികൾ ഒരിക്കൽ മാത്രമാണ് ഹാലലിയ കർത്താവിനെ അപമാനിച്ചത്, ഒരിക്കൽ മാത്രമാണ് അവനെ ക്രൂശിച്ചത്, ഒരിക്കൽ മാത്രമാണ് അവനെ നിന്ദിച്ചത്. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം മക്കളെന്ന് അവകാശപ്പെടുന്ന നാം, ദൈവത്തിന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ഓരോരുത്തരും എത്രയോ പ്രാവശ്യം ഏതെല്ലാം സാഹചര്യങ്ങളിൽ നമ്മുടെ കർത്താവിനെ നാം അപമാനിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം നാം അവനെ നിന്ദിച്ചിട്ടുണ്ട് നമ്മളുടെ പ്രവർത്തികളിലൂടെ, എത്രയോ പ്രാവശ്യം നമ്മളുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിലൂടെ അവനെ ഹാലലിയ വേദനിപ്പിച്ചിട്ടുണ്ട്. ഹാലലിയ ഇവിടെ ഹാലലിയ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അവന്റെ മുഖത്ത് തൊപ്പി, അവന്റെ മുഖത്തെ ഹാലിലെ രോമങ്ങൾ പറിച്ചെടുക്കുമ്പോൾ വേദപണ്ഡിതന്മാർ പറയുന്നത് അവന്റെ മേൽചുണ്ടും കീഴ്ചുണ്ടും കൂടെ അടർന്നു പോയെന്ന ഹാലിലെ ദൈവത്തിന്റെ വചനത്തിൽ. നമുക്കറിയാം നമ്മുടെ മുടി ഒന്ന് നമ്മൾ ചീകുന്ന സമയത്ത് ചീപ്പിലൊന്ന് ഉടക്കിയാൽ നമ്മുടെ തലയ്ക്ക് എന്ത് വേദന. അങ്ങനെയെങ്കിൽ ഹാലിലെ മുഖത്ത് പറിച്ചു കളഞ്ഞ ഹാലലിയ ആ രോമത്തോടൊപ്പം മാംസ കഷ്ണങ്ങളും ഇളകി വീണപ്പോൾ കർത്താവ് അനുഭവിച്ച ആ ഹാലലിയ വേദന നമുക്ക് നമ്മുടെ ചിന്തയിൽ അപ്പുറമാണ്. കർത്താവ് ഹാലലുയ മരക്കുരിശുമേന്തി നടക്കുമ്പോൾ ഹാലലുയ ഓരോ പാദങ്ങൾ വെക്കുമ്പോഴും മറിഞ്ഞു വീണ് തന്റെ ശരീരത്തിന്റെ 3 ഇരട്ടി ഭാരമുള്ള പച്ചമയൻ ഹാലലുയ മരക്കുരിശാണ് കർത്താവ് ചുമന്നത്. ഹാലലുയ അതിന്റെ ഭാരം താങ്ങാനാവാതെ അടികൊണ്ടും മുറിഞ്ഞ് ഹാലലുയ രക്തം വാർന്നൊഴുകുന്ന ആ ശരീരവുമായി ആ ക്രൂശ് ചുമന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ കർത്താവ് തളർന്നു വീഴുമ്പോൾ പടയാളികൾ ചാട്ടവാറ് വെച്ച് അവനെ ആഞ്ഞടിച്ചു. ഹാലലുയ ആ അടിയിൽ ഹാലലുയ വേദപണ്ഡിതന്മാർ പറയുന്നത് അവന്റെ കാലിന്റെ നഖം തെറിച്ചു പോയത്, 10 വിരലുകളുടെ നഖം മാംസത്തോടൊപ്പം വിരലുകളോടൊപ്പം തെറിച്ചു പോയിട്ട് അസ്ഥികൾ വെളിവായി വന്നു എന്ന്. ആ കാലുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഹാലലിയ ആ കല്ലും മണ്ണും ചവിട്ടി ഹാലലിയ ആ ക്രൂശുമേന്തി കർത്താവ് ഹാലലിയ കടന്നു പോയത് നമുക്ക് വേണ്ടി. എന്തിനു വേണ്ടി? നമ്മുടെ ഹാലലിയ അകൃത്യത്തിന് ഹാലലിയ പരിഹാരമായിട്ട് അവൻ ക്രൂശിക്കപ്പെട്ടു. ഹാലലിയ ആ ക്രൂശീകരണത്തെ നമുക്ക് ഓർക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ഹാലലിയ സങ്കീർത്തനം പ്രബോധിപ്പിച്ചപ്പോൾ പ്രിയ ആന്റി പറഞ്ഞതുപോലെ മലയാളികൾ ദുഃഖവെള്ളി എന്ന് പറയുന്നെങ്കിലും ഹാലലിയ നമുക്ക് വേണ്ടി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് ഹാലലിയ. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ജീവിതത്തില് ഹാലലിയ ദുഃഖവെള്ളി ഒരിക്കലും മറന്നു കഴിയേണ്ട കാര്യമില്ല. കാരണം ഹാലലിയ ലോകത്തെ ഹാലലിയ സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹം ആ ക്രൂശില് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടെ നാം കാണുന്നത് ഹാലലിയ ഈ ക്രൂശീകരണത്തിലാണ്. ഹാലലിയ തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ഹാലലിയ ക്രൂശിക്കപ്പെട്ടത്. ഹാലലിയ പലപ്പോഴും പലരും ചോദിക്കും യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. ഹാലലിയ ഞാനും കേട്ടിട്ടുണ്ട് യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. ഒരിക്കൽ ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്നതാണ്. ഹാലലിയ എന്നാൽ യേശു ലോകത്തിന്റെ രക്ഷിതാവാണെന്ന് ഹാലലിയ തന്നിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും, അവൻ ഏത് മതത്തിലായിക്കോട്ടെ, ഏത് ജാതിയിലായിക്കോട്ടെ, ഏത് ഗോത്രത്തിൽ, ഏത് വംശത്തിൽ ജനിച്ചവനായിക്കോട്ടെ, പക്ഷെ തന്നിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ പൂർണ്ണമായ ഹാലലുയ പ്രകടനമാണ് ആ ക്രൂശിൽ നാം കണ്ടത്. ഹാലലുയ നമ്മുടെ ഹാലലു സമാധാനത്തിന് വേണ്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഹാലിലെ നിത്യജീവനെ തിരികെ പ്രാപിച്ചു തരുവാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയുടെ ക്രൂശിങ്കല് ഹാലലുയ തകർക്കപ്പെട്ടു. ഹാലലുയ ഇവിടെ നാം വചനത്തിൽ വായിക്കുമ്പോൾ ഹാലലുയ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്ന് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലാക്കി. ഹാലലിയ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു.
രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ അവൻ വായ് തുറക്കാതെ ഇരുന്നു. ഹാലലിയ. അവന്റെ മുഖത്ത് രോമം പറിച്ചെടുക്കുമ്പോഴും അവന്റെ മുഖത്ത് ഹാലലിയ തുപ്പുമ്പോഴും അവന്റെ കന്നത്ത് ഹാലലിയ മുഷ്ടി ചുരുട്ടി ഇടിച്ചുവെന്നാണ് ഹാലലിയ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെയും അവൻ മിണ്ടാതെ ഇരുന്ന് സഹിച്ചു എന്ന്. ഹാലലിയ. രോമം കത്രിക്കുന്നവരുടെ മുന്നിൽ ഒരു കുഞ്ഞാട് എപ്രകാരമാണ് നിൽക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ കർത്താവ് ക്ഷമയോടെ ഹാലലിയ അതെല്ലാം സഹിച്ചത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ആരെങ്കിലും നമ്മളുടെ ശരീരത്ത് നമ്മളെ ഒന്ന് വേദനിപ്പിച്ചാൽ, ഒരു മുള്ളു കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ ആ വേദന നമുക്ക് സഹിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഹാലലിയ ഇതൊന്നും എൻ്റെ കർത്താവിന് സഹിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കാരണം സ്വർഗത്തിൽ തന്റെ മഹിമ വിട്ട് ഹാലലിയ നീചനായ മനുഷ്യന്റെ ജന്മം എടുത്ത് ഹാലലിയ ഈ ഭൂമിയിൽ തന്റെ ഹാലലിയ ക്രൂശില മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയ കർത്താവിന് ഹാലലിയ പ്രിയ ദൈവമക്കളെ, ദോഷികളും പാപികളുമായിരുന്ന നമുക്ക് വേണ്ടി എന്തിനാ കർത്താവ് ഇത്രമാത്രം സഹിച്ചത്? ഹാലലുയ. നമ്മൾ നല്ലവരായിരുന്നെങ്കിലും ഒക്കെ നമ്മൾ ഈ ലോകത്തിൽ ഏതെങ്കിലും നല്ല വ്യക്തിക്ക് വേണ്ടി നല്ല സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ ദോഷികളും പാപികളുമായിരുന്ന നമ്മളെ നേടാൻ വേണ്ടി സ്വർഗത്തിന്റെ മഹിമയുടെ സിംഹാസനം വിട്ട് ഈ താണ നിലത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഹാലില് ക്രൂശില മരണത്തോളം തന്നെ താൻ താഴ്ത്തി. തന്റെ ജനനവും അതുപോലെയായിരുന്നു അല്ലേ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവന് ഒരു കാലിത്തൊഴുത്തിൽ പിറന്ന് ഹാലലുയ അവൻ ജനിക്കുമ്പോൾ തന്നെ രാജാവായിരുന്നു. ഹാലലുയ. യഹൂദന്മാരുടെ രാജാവെന്ന് നീ പറയുന്നു എന്ന് ചോദിച്ചാണ് അവനെ ഓരോ പ്രാവശ്യവും ചാട്ടവാറ് കൊണ്ട് അടിച്ചത്. അപ്പോഴും ഹാലലുയ തനിക്ക് തെളിയിക്കാൻ അനേക മാർഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ വചനം എഴുതി വെച്ചിരിക്കുകയാണ്, രോമം കത്രിക്കുന്നവരുടെ മുന്നിൽ നിന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അതെല്ലാം സഹിച്ചു. ഹാലലുയ. യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ശിഷ്യനായ പത്രോസ് പറയുന്നുണ്ട്, കർത്താവെ നിനക്ക് അങ്ങനെ സംഭവിക്കരുതേ എന്ന്. എന്നാൽ ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരമാണ് ഇതെല്ലാം സംഭവിച്ചത്. നമ്മളുടെ അകൃത്യയാഗമായി തീരുവാൻ നമുക്ക് വേണ്ടി അവൻ അകൃത്യയാഗമായി തീർന്നതാണ്. നമ്മളുടെ പാപങ്ങളെ പോക്കി ഹാലലുയ ലംഘന നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ മടക്കിക്കൊണ്ടുവരുവാനായിട്ട് ഹാലലുയ സ്ത്രീയുടെ സന്തതി ഹാലില് സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നുള്ള ദൈവത്തിന്റെ ഹാലിലെ വാഗ്ദത്ത നിവർത്തീകരണം എന്നോണമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. 30 വർഷക്കാലം ആശാരിയുടെ മകനായിട്ട് ജീവിച്ച കർത്താവ് 3.5 വർഷക്കാലത്ത് തന്റെ ശുശ്രൂഷയിലൂടെ ഹാലിലെ ദൈവപുത്രൻ എന്ന് തെളിയിച്ചിട്ടും പലരുടെയും കണ്ണുകൾ തുറന്നില്ല. അവർക്കെല്ലാം സംശയം. യേശു ജനിച്ച കാലം മുതൽ ഈ ലോകത്തിന്റെ സംശയമായിരുന്നു, ഇവൻ ദൈവപുത്രനാണോ, ഇവനാണോ വരുവാനുള്ള മസിഹ, ഇവനെയാണോ ഞങ്ങൾ കാത്തിരിക്കുന്നത്? സംശയത്തിന്റെ നിഴലിലാണ് ഓരോരുത്തരും അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. യോർദാനില് സ്നാനപ്പെട്ട് എഴുന്നേറ്റ് വന്ന കർത്താവിനെ സ്വർഗം തുറന്ന് പിതാവായ ദൈവം സാക്ഷീകരിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഹാലിൽ ചെവി കൊടുക്ക എന്ന് പറയുമ്പോഴും ഹാലിലിയ ഒരു കൂട്ടം ജനങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അവനെ ഹാലിലെ ക്രൂശിനെ ഹാലിലെ 5 കോടതികളിൽ മാറി മാറി വിധിച്ചിട്ടും തെറ്റുകളൊന്നും അവന് കണ്ടില്ല. അപ്പോഴും ഹാലലൂയ ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോഴും അത് വിശ്വസിക്കാൻ ആരും മെനക്കെട്ടില്ലെന്നുള്ളതാണ്. ഹാലലൂയ ലോകരക്ഷിതാവായിട്ട് കർത്താവ് ഹാലലൂയ ഈ ഭൂമിയിൽ കടന്നു വന്നിട്ട് ഹാലലൂയ യഹൂദന്മാർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നതുകൊണ്ട് ജാതികളായ നമ്മളും അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടുവാൻ ദൈവത്തിന് നമ്മളോടും കരുണ തോന്നി. വെറും കാട്ടലുമായിരുന്ന നമ്മളെ ആ നല്ല ഒലിവിനോട് വെട്ടിച്ചേർത്ത ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയത. ഹാലലു ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്വന്തം ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഹാലലൂയ യഹൂദ ജനത്തിന്റെ വിടുതലിന് വേണ്ടി യേശു ഭൂമിയിലേക്ക് വന്നെങ്കിലും ഹാലലൂയ ലോകത്തിന്റെ രക്ഷിതാവ് നമ്മളെ ഓരോരുത്തരെയും അവനോട് കൂട്ടിച്ചേർപ്പാൻ ആ നല്ല ഒലിവിനോട് ചേർത്ത് കർത്താവിന് വേണ്ടി നല്ല ഫലം കായ്പാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്താട്ടെ. ഹാലലൂയ ആ കർത്താവിന്റെ ഹാലലൂയ നമ്മള് ചിത്രങ്ങൾ കർത്താവിനെ ക്രൂശിക്കപ്പെട്ട ചിത്രങ്ങളിലൊക്കെ ഹാലലുയ അവന്റെ അരക്കെട്ടിൽ ഒരു റുമാല് കെട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഹാലലുയ വേദപണ്ഡിതന്മാർ പറയുന്നത് അവനെ പൂർണ്ണ നഗ്നമാക്കിക്കൊണ്ടാണ് ഹാലലുയ അടിച്ചു തകർത്തത്. ഹാലലൂയ അവൻ നമുക്ക് വേണ്ടി ഹാലലുയ ദരിദ്രനായി തീർന്നു. നമ്മൾ ഓരോരുത്തരും സമ്പന്നരാകുവാൻ വേണ്ടിയാണ് അവൻ ദരിദ്രനായി തീർന്നത്. നമ്മൾ ഓരോരുത്തരും ഹാലലുയ
രാജകീയ പുരോഹിത വർഗമാകേണ്ടതിന് വേണ്ടിയാ അവൻ മുൾമുടി ശിരസിൽ ചൂടിയത്. ഹാലേലൂയ. ആ മുൾക്കിരീടം അവന്റെ തലയിൽ വെച്ചിട്ട് പടയാളികള് പലക വെച്ച് ആഞ്ഞു തറച്ചു എന്ന് ഹാലേലൂയ വേദപണ്ഡിതന്മാർ പറയുമ്പോൾ ആ മുള്ളുകള് ഹാലില് അവന്റെ കണ്ണിലേക്ക് തുളച്ച് കയറിയിട്ട് കൃഷ്ണമണി ഹാലില് പുറത്തേക്ക് തള്ളിപ്പോയി. അത്രയ്ക്ക് വേദനയാണ് ആ തലയിൽ. അത് ഒരു മുള്ളല്ല, വലിയൊരു മുൾക്കിരീടം അവന്റെ തലയിൽ വെച്ചിട്ട് പലക വെച്ച് തറച്ച് കയറ്റിയെന്ന്. ഹാലേലൂയ. ഈ ക്രൂശിനെ നമ്മൾ ധ്യാനിക്കണം. ഹാലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങള് ഹാലേലൂയ പലതും പല രീതിയിൽ നമ്മൾ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിനെ നമ്മൾ മറന്നു പോകും. പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങൾ നമ്മളെ മാടി വിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനെ നമ്മൾ മറന്നു പോകും. കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്, അവന്റെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാത്തവർ ഈ ലോകത്തിന്റെ സ്നേഹത്തിന് പിന്നാലെ പോകും. താൽക്കാലികമായി കാണുന്ന സ്നേഹത്തിന് പിന്നാലെ, പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളുടെ പിന്നാലെ പോകുന്ന പ്രിയപ്പെട്ടവരെ, ഹാലേലൂയ, നമ്മളുടെ കർത്താവിന്റെ സ്നേഹത്തിന് പകരമായി ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. അവന്റെ പ്രാണനെ നൽകിയ നമ്മളെ സ്നേഹിച്ചത്. അവസാനത്തോളം അവന്റെ വിലാപ്പുറത്ത് കുത്തുമ്പോൾ രക്തം വാർന്നു തീർന്നതിന് ശേഷം വെള്ളം പുറത്തു വന്നു. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ അവസാന തുള്ളി രക്തവും ഹാലേലൂയ ഊറ്റി തന്നാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്. ആ രക്തം തീർന്നതിന് ശേഷമാണ് അവന്റെ ശരീരത്തിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു വന്നത്. ഹാലേലൂയ. ഒരു ഹാലേലൂയ അമ്മയോട് ചോദിച്ചാൽ പറയും, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ഹാലേലൂയ അവളുടെ ഗർഭപാത്രത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് ആദ്യം രക്തവും പിന്നെ വെള്ളവും പുറപ്പെട്ടു വരും. ഹാലേലൂയ. അത് ഒരു ജനനത്തിന്റെ തുടക്കമാണെങ്കിൽ എന്റെ യേശു കാൽവരി ക്രൂശില് അവന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ ആ രക്തവും അതിനുശേഷം വന്ന വെള്ളവും ഒരു ജനനത്തെ തുടക്കം കുറിച്ച്. അതാണ് ദൈവമക്കളെ, ദൈവസഭ, ദൈവജനത്തിന്റെ, ദൈവത്തിന് വേണ്ടി വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടത്തിന്റെ ജനനമാണ് ആ കാൽവരി ക്രൂശിൽ സംഭവിച്ചത്. ഹാലേലൂയ. അവന്റെ വിലാപ്പുറത്തെ അവര് കുത്തി തകർത്ത് കളഞ്ഞു. ഹാലേലൂയ. അവന്റെ പുറ ഉഴവ് ചാല് പോലെ അടിച്ചു കീറി, അവന്റെ നഖങ്ങൾ ഇളക്കി, അവന്റെ കണ്ണിന്റെ കൃഷ്ണമണികള് വെളിയിൽ ചാടത്തക്കവണ്ണം അവന്റെ തലയിൽ മുൾക്കിരീടം ചൂടിക്കൊടുത്ത് ഹാലേലൂയ അവന്റെ ഇരു കൈകളും ഹാലേലൂയ രണ്ടു വശങ്ങളിലേക്കും വിരിച്ചു വെച്ച് ആണികളാൽ തറയ്ക്കപ്പെട്ടു. ഹാലേലൂയ. അവന്റെ ഹാലേലൂയ കാലുകൾ ചേർത്ത് വെച്ച് ആണികളാൽ തറച്ചു. ഹാലേലൂയ. അവന്റെ ശരീരത്തിന്റെ 3 ഇരട്ടി ഭാരമുള്ള ആ കുരിശില് അവനെ തൂക്കിയിട്ട് ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞ് അവര് പരിഹസിച്ചപ്പോഴും കർത്താവ് അതെല്ലാം നമുക്ക് വേണ്ടി രോമം കത്രിക്കുന്നവരുടെ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതെ സഹിച്ചത് നമുക്ക് കാണാം. ആ ക്രൂശിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി എത്ര വലിയ ത്യാഗമാണ് ചെയ്തത്. ഹാലേലൂയ. നമ്മളുടെ ഈ ഭൂമിയിൽ നമ്മളുടെ പ്രിയപ്പെട്ടവർ ആരും നമുക്ക് വേണ്ടി ഒരിക്കലും പ്രാണനെ തന്ന് നമ്മളെ സ്നേഹിക്കത്തില്ല, അല്ലേ? ഹാലേലൂയ. അവരുടെ പ്രാണനോളം ഏത് സ്നേഹബന്ധങ്ങളും നമ്മളുടെ നമ്മളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയുള്ള, അത് കഴിഞ്ഞ് ആരും നമ്മളെ പിൻപറ്റത്തില്ല. പക്ഷെ നമ്മുടെ കർത്താവിന്റെ സ്നേഹം ആ സ്നേഹത്തിന് പകരമായി ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല. ഇന്നും ആ സ്നേഹം അനുഭവിക്കാത്ത എത്രയോ പ്രിയപ്പെട്ടവര് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആ സ്നേഹത്തെ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിക്കുക. ചിലരെ കൂടി ആ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയ പ്രിയമുള്ളവരെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ ജോലി കാര്യങ്ങളില്, നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ബിസി ആകുമ്പോൾ കർത്താവിന്റെ ആഗ്രഹം നമ്മളുടെ നല്ല സാക്ഷ്യങ്ങളിലൂടെ, നമ്മുടെ നല്ല ജീവിതത്തിലൂടെ, നല്ല മാതൃകയുള്ള ജീവിതം നയിച്ചുകൊണ്ട് ചിലരെ കൂടി കർത്താവിന് വേണ്ടി നേടണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. അതിനുവേണ്ടിയാ ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. രാജകീയ പുരോഹിത വർഗമായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് വെറുതെയല്ല. അവന്റെ തലയിൽ രാജകിരീടം ചൂടിയിരുന്ന അവന്റെ തലയിൽ മുൾമുടി ചൂടിക്കൊണ്ടാണ് അവൻ നമ്മളെ രാജകീയ പുരോഹിത വർഗമായി തെരഞ്ഞെടുത്തത്, കേട്ടോ. ഹാലേലൂയ. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. ഹാലേലൂയ. നമ്മളുടെ ഓരോരുത്തരും നരകത്തിലേക്ക് കടന്നു പോകേണ്ടിയിരുന്ന നമ്മളെ ഓരോരുത്തരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് ഹാലേലൂയ ദൈവം നമ്മളെ തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുമ്പോൾ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാന് ഹാലേലൂയ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. ഹാലേലൂയ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്
നമ്മളെ വിളിച്ച കർത്താവിന്റെ സൽഗുണങ്ങളെ ഹാലലുയ ഘോഷിപ്പാൻ നമുക്ക് കിട്ടുന്ന ഒരവസരങ്ങൾ നമ്മൾ വ്യഥാവാക്കി കളയരുത്. ഹാലലുയ നമ്മളുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിയോട് പോലും ഒരു വാക്കെങ്കിലും കർത്താവിനെ കുറിച്ച് യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു വാക്ക് നിനക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഹാലലുയ നീ ഒരു ദൈവ പൈതലാണ്. ഹാലലുയ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. നമ്മളുടെ ഹാലലുയ ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഹാലലുയ നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി ഹാലലുയ ഡെയിലി മെനു റെഡിയാക്കി ഹാലലുയ സ്വന്തം ഹാലലുയ ജോലി ചെയ്ത് ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് സമ്പാദിച്ച് ഹാലലുയ ചില ദിവസങ്ങൾക്ക് ശേഷം അത് മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ഇവിടെ നിന്ന് കടന്നു പോകാൻ വേണ്ടിയല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ഹാലലുയ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മധ്യേ നമ്മളായിരിക്കുമ്പോൾ ആ വിളിച്ചവന്റെ സൽഗുണങ്ങളെ നാം ഘോഷിക്കുവാൻ മടി കാണിക്കരുത്. ഹാലലുയ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന യേശു ഹാലലുയ അതൊന്നും നിങ്ങൾക്ക് ദോഷമായി ഭവിക്കത്തില്ല എന്ന് നമ്മളോട് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഹാലലുയ നാം ആയിരിക്കുന്ന മേഖലകളിൽ ഹാലലുയ കർത്താവിന്റെ സുവിശേഷം നാം ശക്തിയോടെ അറിയിക്കണം. ഹാലലുയ അനേക പ്രിയപ്പെട്ടവര് ഹാലലുയ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മൾ വിചാരിക്കും നമ്മൾ അവരോട് സുവിശേഷം പറഞ്ഞാൽ അവര് വിശ്വസിക്കത്തൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല. രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നറിയാതെ കിടക്കുന്ന ഒരു കൂട്ടം ജനം ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവരുടെ മധ്യേ ലോകത്തിന്റെ വെളിച്ചമാക്കി ദൈവം നമ്മളെ ഹാലലുയ നിർത്തിയിരിക്കുന്നു. യേശു കർത്താവ് ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. അതുപോലെ തന്നെ ആ വെളിച്ചം നമ്മളുടെ മേലുണ്ട്. അവന്റെ തേജസ് നമ്മളുടെ മേൽ തന്നിട്ടുണ്ട്. ഹാലലുയ അതുകൊണ്ട് കർമ്മേൽ ഗ്രൂപ്പിലുള്ള ഓരോ പ്രിയപ്പെട്ടവരോടും ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹാലലുയ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം അവൻ നമ്മളെ അഭിഷേകം ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമ്മളിലൂടെ ചിലരെ കൂടി കർത്താവിന്റെ രാജ്യത്തിലേക്ക് നേടുവാന്, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാന്, കർത്താവിന്റെ നല്ല സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാന് വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തി പോലും ഹാലലുയ യേശുവിനെ അറിയാതെ പോകരുത്. ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം വ്യക്തമായി ചെയ്യുവാൻ, കൃത്യമായി ചെയ്യുവാൻ അവന്റെ ആത്മാവിന്റെ ശക്തി നമ്മൾക്ക് ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി പ്രാപിച്ചിട്ട് ഹാലലുയ ദൈവത്തിന്റെ ഹാലലുയ സുവിശേഷം മാനുഷിക ബുദ്ധിയാലല്ല നാം പറയേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മളുടെ മേൽ വരുമ്പോൾ ആ ശക്തി നമ്മളുടെ മേൽ നിഴലിടുമ്പോൾ നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ യെരൂശലേമിൽ, യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം അവന്റെ സാക്ഷികളാകുക എന്നുള്ളതാണ് ദൈവത്തിന്റെ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ഹാലലുയ മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. ഹാലലുയ തണ്ടിന്മേൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഈ ലോകത്തിന് നമ്മളായിരിക്കുന്ന മേഖലകളിൽ വെളിച്ചം കൊടുക്കുന്ന ഹാലലുയ ഒരു തേജസ് ദൈവം നമ്മളുടെ മേൽ ഇട്ടിട്ടുണ്ട്. ആ തേജസ് ഈ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് വെളിപ്പെട്ട് വരേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഹാലലുയ അന്ധകാരത്തിൽ നിന്ന് ഹാലലുയ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് ബോധ്യമുള്ളവരെല്ലാം കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ആ ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ, അനേകർ നമ്മളിലൂടെ വെളിച്ചം കാണുവാൻ വേണ്ടി ഹാലലുയ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. ഹാലലുയ നാം വായിച്ച വചനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. വായിച്ചത് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം നാം ധ്യാനിക്കുവാനായിട്ട് എടുത്തത്. ഹാലലുയ അവിടെ നാം ഇപ്രകാരമാണ് വായിച്ചത്. ഹാലലുയ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ഹാലലുയ ഇവിടെ നാം ഈ ക്രൂശിനെ ധ്യാനിക്കേണ്ടതിന്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം വെച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടക്കാതിരിപ്പാൻ. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങള് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി കാണുമ്പോൾ മതി കർത്താവേ മതി എന്ന് പറയുന്ന അനുഭവം, ക്ഷീണിച്ചു പോകുന്ന അനുഭവം, ഹാലലുയ തളർന്നു പോകുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഞാൻ ദൈവത്തെ വിളിച്ചിട്ട് ഇതാണോ ലഭിച്ചത്? മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്ന എന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഹാലലുയ നാം ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഹാലലുയ എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുന്നു, ദൈവവചനം ധ്യാനിക്കുന്നു. എന്നാൽ ചില സാഹചര്യങ്ങൾ നമുക്കിവിടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിരാശ കടന്നു വരും, നമ്മൾ ക്ഷീണിച്ചു പോകും, നമ്മൾ മടുത്തു പോകും. ഹാലലുയ ആ സമയത്ത് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹാലലുയ ആ നാം തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളാം.
ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളുടെ പ്രതികൂലമാകുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ നമ്മളെ തളർത്തുമ്പോൾ, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വാക്കുകൾ നമ്മളെ ക്ഷീണിപ്പിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, കർത്താവേ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചിട്ട് എനിക്ക് ഇതാണോ? ഞാൻ എന്റെ കുടുംബം വിട്ടിറങ്ങി, എന്റെ വിശ്വാസം വിട്ടിറങ്ങി, എന്റെ കുലം വിട്ടിറങ്ങി, എന്റെ ജാതി വിട്ട്, മതം വിട്ട്, ഹാലലൂയ, നാട് വിട്ട് ഞാൻ ഇറങ്ങിയിട്ട്, ഹാലലൂയ, എനിക്ക് ഇങ്ങനെയാണോ അവസ്ഥ എന്ന് ചോദിക്കുവാനല്ല ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ ധ്യാനിക്കേണ്ടത് ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ മുഖമാണ്. അവൻ നമുക്ക് വേണ്ടി ഹാലലൂയ ഇതെല്ലാം സഹിപ്പാൻ നാം ആരായിരുന്നു? അവന്റെ ആരുമല്ല. ഹാലലൂയ. എന്നാൽ ഹാലലൂയ ഒരു യോഗ്യതയില്ലാതിരുന്ന നമ്മളെ ഹാലലൂയ ചേറ്റിലും ഹാലലൂയ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന ഹാലലൂയ നമ്മളെ ഹാലലൂയ സ്വർഗത്തിൽ നിന്ന് കരം നീട്ടി ഹാലലൂയ ക്രിസ്തുവാകുന്ന പാറമേൽ എടുത്തുയർത്തിയ ആ സ്നേഹത്തെ നാം ഓർക്കണം, അത് ധ്യാനിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ഓരോ പ്രിയപ്പെട്ടവരും പറയുകയാണ്. ഗുഡ് ഫ്രൈഡേ മാത്രമല്ല നാം ഇത് ഓർക്കേണ്ടത്. ഇവിടെ പറയുകയാണ്, നാം ക്ഷീണിച്ചിരിക്കുമ്പോൾ, നാം അടുത്തിരിക്കുമ്പോൾ, നാം തളർന്നു പോകുമ്പോൾ നമുക്ക് ഓർക്കുവാൻ ഒറ്റ ഒരു മുഖമേ ഉള്ളൂ, ക്രൂശിക്കപ്പെട്ട അവന്റെ മുഖം. ഹാലലൂയ. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ഹാലലൂയ, നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട അവന്റെ ഹാലലൂയ, അവന്റെ നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട അവന്റെ രക്തം. ഇതെല്ലാം നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ്. ലോകത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ ഒരു മനുഷ്യനുണ്ടാവത്തില്ല. ഹാലലിയ. നമ്മൾ ഒരു വ്യക്തിയോട് നമ്മളുടെ ദുഃഖം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ പറയുമ്പോൾ അവർ പറയും, കുഴപ്പമില്ല, ദൈവം സൂക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. ഒരു പക്ഷെ നമ്മൾ അവരുടെ മുന്നിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അവർ പറയും, അവർക്കത് നന്നായി, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അങ്ങനെ കിട്ടിയെന്ന് പറയും. അങ്ങനെയുള്ള സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഹാലലിയ നിഷേധിച്ചില്ലാത്ത, ഒരിക്കലും വാങ്ങിക്കാതിരിക്കുന്ന ഒരു ദൈവത്തിനെ നാം സേവിക്കുന്നു. ഞാൻ എന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. ഹാലലിയ. നാം ഈ കർത്താവ് ക്രൂശീകരിക്കപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പാപം ഒഴികെ മറ്റെല്ലാത്തിനും നമ്മുടെ കർത്താവ് വിട്ടു, നമ്മളെ പോലെ തന്നെ. അതുകൊണ്ട് നമ്മളുടെ വേദനകൾ ഹാലലിയ നാം പറയുമ്പോൾ അതേ കഴിവുള്ള കർത്താവിനെ നമ്മൾ സേവിക്കുന്നത് കേട്ടോ. പാപം ഒഴിച്ച് മറ്റെല്ലാത്തിലും നമ്മളോടൊപ്പം ഹാലലി പരീക്ഷയിലകപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ്. ഹാലലിയ. എന്നാൽ ആ കർത്താവ് നമുക്ക് നല്ല ഇടയനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഹാലലിയ. നല്ല ഇടയൻ പ്രാണനെ കൊടുത്ത് തന്റെ ആടുകളെ സംരക്ഷിക്കും കർത്താവാണ്. ഹാലലിയ. അവൻ നല്ല ഇടയായതുകൊണ്ട് എല്ലാവരും ജീവനോടെ ഇരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ എത്രയോ സാഹചര്യങ്ങളിൽ ശത്രു നമ്മളെ തകർത്ത് കളയുവാൻ പദ്ധതികൾ ഒരുക്കിയത്, വീഴുവാൻ തക്കവണ്ണം പിശാച് എവിടെയെല്ലാം നമ്മളെ തള്ളിയിട്ട്, എന്നാൽ വീടാതെ വണ്ണം ഹാലലി ഒരു കരം താങ്ങിയതുകൊണ്ട് നാം ഓരോ ഹാലലി ഇവിടെ ആയിരിക്കുന്നത്. നമ്മളിൽ എത്രയോ ബലമേറിയവർ, നമ്മളിൽ എത്രയോ സാമ്പത്തിക ഭദ്രതയുള്ളവർ, നമ്മളിൽ എത്രയോ വിദ്യാഭ്യാസമുള്ളവർ നിമിഷ നേരം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഹാലലിയ ഒരു പോറൽ പോലും ഏൽക്കാതെ, എണ്ണത്തിൽ ഒന്നും പോലും കുറയാതെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചില്ലേ? ഹാലലിയ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഫലമാണോ? നമ്മൾ കഴിച്ച ഗുളികയുടെ പവറാണോ നമ്മുടെ? അല്ല. അവരുടെ ആത്മാവിന്റെ ശക്തിയാൽ ദിനതോറും ഹാലലിയ ആ നടത്തുന്ന ദൈവത്തിന് എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി നന്ദി പറയാൻ പറ്റും. ഹാലലിയ. ആ ക്രൂശിനെ ഞാൻ ധ്യാനിക്കണം കേട്ടോ. നമ്മൾ മടുത്തു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരു ഭക്തന്റെ ജീവിതത്തിലും സങ്കീർത്തനത്തിൽ നാം കേട്ടതുപോലെ മടുത്തുപോയി. കർത്താവേ മതി എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ കീഴിലിരുന്ന് നിലവിളിക്കുന്ന ഏലിയാവ്. ഹാലലിയ. പെനിന്നയുടെ ഹാലലിയ എഴുതണമില്ലാത്ത കുറ്റം കേട്ട് ആലയത്തിൽ പോയി ഹൃദയം തകർന്ന് നിലവിളിക്കുന്ന ഹാലലിയ 75-ാമത്തെ വയസ്സ് വാഗ്ദത്തം കേട്ടിട്ട് 25 വർഷക്കാലം തന്റെ ജീവിതത്തിൽ അവസ്ഥ കണ്ടിട്ട് വാഗ്ദത്തങ്ങൾ നിറവേറാതിരിക്കുന്നത് കണ്ടപ്പോൾ നിലവിളിച്ച ഒരു അബ്രഹാമിനെ നമുക്ക് കാണാൻ. എന്നാൽ അവര് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. തന്റെ ശരീരത്തിന്റെ നിർജീവത്വം അറിഞ്ഞിട്ടും, സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അറിഞ്ഞിട്ടും അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി അവൻ വെച്ചത് വിശ്വാസം നീതിയായി കണക്കിട്ട്. എന്റെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനൊന്നേ ഉള്ളു. ഹാലലിയ. നമ്മളുടെ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകളില്, നാം തളർന്നു പോകുന്ന അവസരങ്ങളില്
ായിട്ടല്ല മാറേണ്ടത്. ഹാലലിയ. പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും പ്രബോധിപ്പിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നാം തകർന്നു പോകുവാൻ ദൈവം ഹാലലിയ ആഗ്രഹിക്കുന്നില്ല. നാം മനമെടുത്തു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം ക്ഷീണിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പകരം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ക്ഷീണിച്ചു പോകാതെ നടക്കാതെ ഓടും. ഹാലലിയ. അവർ പ്രതികൂലങ്ങളുടെ മീതെ ചിറകടിച്ച് പറന്ന് കയറുന്ന ഒരു നമ്മളുടെ മേൽ ഇന്ന് രാത്രി കാലം ദൈവം പകരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹാലലിയ. ആരെങ്കിലും ക്ഷീണിച്ചു പോയെങ്കിൽ, ആരെങ്കിലും മടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, ഹാലലിയ, പാപികളാൽ വിരോധം സഹിച്ചവനെ നാം ഹാലലിയ ധ്യാനിക്കണം. ഹാലലിയ. ഒരു കുറ്റവും ചെയ്യാതിരുന്നിട്ടും ഹാലലിയ വിവിധ കോടതികളിൽ മാറി മാറി ഹാലലിയ ന്യായം വിധിച്ചിട്ടും ഹാലലിയ ഒരു കുറവും കണ്ടെത്തുവാൻ കഴിയാത്തവൻ ഹാലലിയ. പീലാത്തോസ് പോലും ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ കൈ ഒഴിഞ്ഞ സ്ഥാനത്തും ഹാലലുയ ഹാലലുയ അവൻ നമുക്ക് വേണ്ടി യാഗമായി ഹാലലു തീർന്നു. ഹാലലുയ. ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു പാപവും ചെയ്യാത്ത വേണ്ടി തകർക്കപ്പെട്ടു. ആ ക്രൂശ് ഹാലലുയ നമ്മുടെ മുന്നിലുണ്ട്. ഹാലലുയ. ആ തകർക്കപ്പെട്ട യാതന ഹാലലുയ നമ്മൾ ഹാലലുയ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ക്ഷീണങ്ങൾ മാറിപ്പോകും. നമ്മുടെ ഉള്ളിലെ മടുത്തു പോകുന്ന അവസ്ഥകൾ മാറിപ്പോകും. ഹാലലുയ. ക്ഷീണിച്ചു പോകുന്ന നമ്മുടെ അവസ്ഥകൾ മാറിപ്പോയിട്ട് വലിയൊരു ഹാലലുയ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഹാലലുയ അഭിഷേകം കർത്താവ് നമ്മുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കാൻ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയമുള്ളവര് ക്ഷീണത്തോടെ ഭാരത്തോടെ മടുത്തു പോയ അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ പറയുകയാണ്, നിങ്ങൾക്ക് നോക്കുവാൻ ഒരിടമുണ്ട്. അതാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നിങ്ങൾ നോക്കണം. ഹാലലുയ. ഹാലലുയ. പത്രോസ് ഹാലലുയ കടലിന്മേലെ രാത്രിയാമത്തിൽ ഹാലലുയ കടലിലെ ഹാലിലെ തിരമാലകളാൽ തകർക്കപ്പെടുന്ന തോണിയിലിരിക്കുമ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ തിരമാലകളുടെ മേലെ കടന്നു വന്ന ഒരു കർത്താവ് ഹാലലുയ അവൻ വെള്ളത്തിന് മീതെ നടക്കുന്നത് കാണുമ്പോൾ ഹാലലുയ പത്രോസിന് ഒരാഗ്രഹം, ദൈവമേ എനിക്ക് ഇതുപോലെ ഒന്ന് നടന്നാൽ കൊള്ളാം. ഹാലലുയ. യേശു പറഞ്ഞ് ഇറങ്ങി വാ. ഹാലലുയ. യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പത്രോസ് ഹാലലുയ തോണിയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി. ഹാലലുയ. അലറി വിളിക്കുന്ന തിരമാലയുടെ മേലെ 1, 2, 3 എന്ന് പറഞ്ഞ് അവൻ സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ട് നടക്കുവാൻ തുടങ്ങി. എന്നാൽ ഹാലലുയ യേശുവിന്റെ മുഖത്ത് നോക്കി അവൻ നടന്നപ്പോൾ അവൻ വെള്ളത്തിന് മീതെ നടന്നു. എന്നാൽ പെട്ടെന്ന് അവന്റെ ഫോക്കസ് ചേഞ്ച്. അവൻ ചുറ്റുപാട് നോക്കുമ്പോൾ കാണുന്നത് അലറി വിളിച്ച് ഹാലലിയ തോണിയെ തകർത്തുകൊണ്ട് പാഞ്ഞെടുക്കുന്ന തിരമാലകള്. രാത്രിയുടെ 4-ാം യാമം ഇരുട്ട് ഹാലലിയ മഴ അവനെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളില് അവൻ ക്രിസ്തുവിന്റെ മുഖത്ത് നിന്ന് മാറി നോക്കാൻ തുടങ്ങിയപ്പോൾ അവൻ മുങ്ങുവാൻ തുടങ്ങി. ഹാലലിയ. അതുവരെ ഹാലലിയ അവനെ തകർക്കുവാൻ വന്ന പ്രതിസന്ധികളുടെ മേലെ ഹാലെ നടന്നവൻ, യേശുവിന്റെ മുഖത്ത് നോക്കി പ്രതിസന്ധികളുടെ മേലെ ഹാലില് നടന്നവന് യേശുവിന്റെ മുഖത്ത് നോട്ടം മാറ്റുമ്പോൾ അവരെ തകർക്കുവാൻ വന്ന പ്രതിസന്ധികളിലേക്ക് മുങ്ങിപ്പോകുന്നത് നമുക്ക് കാണാം. ഹാലലിയ. എന്റെ പ്രിയമുള്ളവരെ, ഹാലലിയ നമ്മുടെ യേശു കർത്താവിനെ നോക്ക്. നിന്റെ നേരെ ആഞ്ഞടിക്കുന്ന തിരമാലകള് ഹാലലിയ, നിന്റെ നേരെ ഹാലലിയ ആഞ്ഞടിക്കുന്ന ഹാലിലെ കാറ്റും കോളും ഹാലലിയ, നിന്നെ മുക്കിക്കളയുവാൻ നോക്കുന്ന വെള്ളവും ഹാലലിയ, നിന്റെ ചുറ്റും വ്യാപിച്ചിരിക്കുന്ന ഇരുട്ടും ഹാലലിയ നസ്രായന്റെ കാറ്റിലാണെന്ന് എത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്? അതിന്റെ മീതെ നടക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നതെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? അങ്ങനെയെങ്കിൽ ഹാലലിയ ഈ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ നേരെ ആഞ്ഞടിക്കുന്ന ഹാലിലെ കാറ്റിന്റെ മേലെ കോളിന് മീതെ ഹാലിൽ തിരമാലകളുടെ മേലെ ഹാല് ജയത്തോടെ ഒരു ജീവിതം നയിക്കണമെങ്കിൽ കർത്താവായ യേശുവിനെ നാം നോക്കണം. ഹാലലുയ. യേശുവിന്റെ മുഖത്തേക്ക് നോക്കി നടന്ന പത്രോസ് ഒരിക്കലും മുങ്ങിപ്പോയില്ല. എന്നാൽ അവൻ ചുറ്റുപാട് നോക്കാൻ തുടങ്ങിയപ്പോൾ, തന്റെ സാഹചര്യം നോക്കാൻ തുടങ്ങിയപ്പോഴാ, തനിക്കെതിരെ ആഞ്ഞടിക്കുന്ന തിരമാലകളിൽ തന്റെ കണ്ണ് പതിച്ചപ്പെടാ, തന്റെ ചുറ്റും വ്യാപരിച്ചു നിൽക്കുന്ന ഇരുട്ടിലേക്ക് അവന്റെ കണ്ണ് പതിച്ചപ്പെടാൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുവാൻ തുടങ്ങിയത് കേട്ടോ. ഹാലലിയ. അതുകൊണ്ട് ആ വചനം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നാം നോക്കണം. അവനെ നാം ധ്യാനിക്കുമെങ്കിൽ ഈ ലോകത്തില് ഹാലിൽ നമുക്കുള്ള ഹാലലിയ 70 അല്ലെങ്കിൽ 80 വർഷം ഹാലലിയ വേഗത്തിൽ തീർന്നു പോകുന്ന ജീവിക്കണമെങ്കിൽ നമുക്ക് ഹാലലിയ നോക്കുവാൻ ഒരു മുഖമുണ്ട്, നോക്കുവാൻ ഒരു ഇടമുണ്ട്. നമ്മുടെ ഹൃദയം
ധ്യാനിപ്പാൻ ഒരു മുഖമുണ്ട്. മുഖത്തേക്ക് നോക്കി പ്രത്യാശയോടെ നാം മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരിക്കലും ഹാലിലെ ഒരു തിരമാലകൾക്കോ ഒരു കൊടുങ്കാറ്റിനോ ഒരു വെള്ളങ്ങൾക്കോ നമ്മളെ മുക്കുവാൻ കഴിയത്തില്ല. ഹാലിയ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നിങ്ങൾ നോക്കുക. യേശുവിൽ വിശ്വസിച്ചിറങ്ങിയ ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല. ഹാലിയ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ലെന്ന് തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ ഹാലേലുയ നമുക്ക് പ്രത്യാശയോടെ അവന്റെ മുഖത്തേക്ക് നോക്കാം. ഹാലിയ അവൻ ശക്തനായ ദൈവമാണ്. ഹാലിയ അവന്റെ വലം കൈപിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അവൻ നമ്മുടെ നല്ല ഇടയനാണ്, നമുക്ക് വേണ്ടി പ്രാണനെ തന്ന കർത്താവാണ്. ഹാലിയ അവൻ നമ്മളെ ഒരിക്കലും ചതിക്കത്തില്ല, അവൻ നമ്മളെ വഞ്ചിക്കത്തില്ല. ഹാലിയ അവൻ നമ്മളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകത്തില്ല. ഹാലിയ അവൻ അന്ത്യം വരെ നമ്മളെ നടത്തുവാൻ ശക്തനായ ദൈവം. ഹാലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാലം ആദ്യമായിട്ട് ഹാലിയ കർത്താവിന്റെ സുവിശേഷം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല ഇടയനെ നിങ്ങൾ ഇത് പരിചയപ്പെടുകയാണ്. ഈ ലോകത്തിൽ ആരെങ്കിലും അവസാനത്തോളം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞാലും പലപ്പോഴും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു വാക്ക് പോകുമ്പോൾ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. ഹാലേലൂയ. ഞാൻ ലോകാന്ത്യത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ഒരു കർത്താവ്. ഹാലേലൂയ. നമുക്ക് വേണ്ടി ജീവനെ തന്ന ഹാലേലൂയ കർത്താവ്, നമുക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തവും ഒഴുക്കി തന്ന കർത്താവ്. ഹാലേലൂയ. ഇതുപോലൊരു സ്നേഹം ഈ ലോകത്തിൽ ഹാലേലൂയ എവിടെയും ലഭിക്കില്ല. പകർത്തുവാൻ കഴിയാത്ത ആ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹാലേലൂയ. ജീവിതത്തില് അതിലെ കഷ്ടങ്ങളില്ലെന്നല്ല, പ്രയാസങ്ങളില്ലെന്നല്ല, ഹാലേലൂയ പ്രതികൂലങ്ങളില്ലെന്നല്ല, ഇതിലൊക്കെ ഈ പ്രത്യാശയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹാലിലെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. ഹാലിലെ വിളിച്ച ദൈവം വിശ്വസ്തന. ഹാലേലൂയ. അവൻ നമ്മളെ ഉപേക്ഷിക്കത്തില്ല, അവൻ നമ്മളെ പാതി വഴിയിൽ ഇട്ടു പോകുന്ന ദൈവമല്ല. ഹാലേലൂയ. നമ്മളിൽ നല്ല പ്രവർത്തനങ്ങളെ ആരംഭിച്ചവൻ അവസാനത്തോളം അതിനെ തികയ്ക്കുവാൻ ശക്തനാണെന്ന് ഹാലേലൂയ ആരോടും ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ഹാലിലെ പറയുകയാണ്. സാഹചര്യങ്ങളെ നോക്കി ഹാലേലൂയ ഇങ്ങനെ പോയ എന്റെ ഭാവി എന്താകും, എന്റെ ഹാലേലൂയ മുന്നോട്ടുള്ള ഹാലേലൂയ ഓരോ ദിവസവും മുക്കിക്കളയുമോ ദൈവത്തിന്റെ ആത്മാവ് പറയുക. എല്ലാ നാളും നിന്നോട് കൂടെ ണ്ട്. ഹാലേലൂയ. നമുക്ക് പ്രാർത്ഥിച്ച് ഇവിടെ ദൈവവചനം അവസാനിപ്പിക്കാൻ. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ നല്ല രാത്രി കാലത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നപ്പാ. ഇന്ന് ഹാലേലൂയ രാത്രികാല ദൈവമേ അങ്ങ് തന്ന ഹാലി വചനത്തിനായി സ്തോത്രം ചെയ്ത കർത്താവെ, ആ ക്രൂശിനെ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു പോകാതെ മടുത്തു പോകാതിരിക്കേണ്ടതിന് ഹാലേലൂയ ദൈവമേ പാപികളാൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ഹാലി തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ച് ഞങ്ങളുടെ കർത്താവിനെ ധ്യാനിപ്പാനുള്ള കൃപ പരിശുദ്ധനെ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലോട് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ വിശ്വാസത്തിന് നായകനും പൂർത്തിവെത്തുന്നതിനുമായ അങ്ങ് തന്നെ നോക്കുവാൻ അപ്പാ നീ സഹായിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർമ്മ ഗ്രൂപ്പില് ഹാലേലൂയ ഇന്ന് രാത്രി കാലി വചനം ശ്രമിച്ച ഓരോ പ്രിയപ്പെട്ടവരെ അപ്പച്ചന്റെ പുണ്യകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ഹാലേലൂയ ബലപ്പെടേണ്ടതിന് ഞങ്ങളുടെ സാഹചര്യങ്ങളുടെ മീതെ പറന്നുയരുന്ന ഒരു അഭിഷേകത്തെ പ്രാപിക്കുവാൻ അപ്പാ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിന് അവിടുത്തെ പുണ്യകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തുന്ന കർത്താവേ. ഞങ്ങളെ നിറയ്ക്കണം, അങ്ങനെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണം, അവിടുത്തെ ബലം ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ആ ക്രൂശിനെ ധ്യാനിച്ച് ജയത്തോടെ ഒരു ജീവിതം നയിപ്പാനായി ഞങ്ങൾ ഓരോരുത്തരെയും പിതാവേ അവിടുന്ന് സഹായിക്കുന്നതിനായി നന്ദി കർത്താവേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഇങ്ങനെ ഒരു അവസരം തന്ന കർമ്മ ഗ്രൂപ്പിനോടുള്ള എന്റെ എല്ലാ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നു. രശ്മി അമ്മാളാന്റിയാണ്. എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാവോ? പറഞ്ഞോളൂ ആന്റി. പിന്നെ എന്റെ ബ്രദർ ഈ നമ്മുടെ ഗ്രൂപ്പില് എന്നും പ്രാർത്ഥനയ്ക്ക് വരുന്ന അലക്സാണ്ടർ എന്ന ഡിവൈസ് ആണ്. പുള്ളിക്കാരൻ സൗദിയിലാണ്.
സൗദിയിൽ. അപ്പോഴേ ഓ ഇന്നലെ ഒന്നും വീണത് കിച്ചണിലായി വീണത്. ഇവൻ വീണപ്പോഴ് ഇവൻ അൺകോൺഷ്യസ് ആയിരുന്നു. ആഹാ കുറച്ച് കഴിഞ്ഞ് ബോധം വന്നപ്പോഴ് ആ പിന്നെ ഇവൻ കിച്ചണിൽ ഇങ്ങനെ കിടക്കുക. അപ്പോഴ് നെറ്റിയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. പിന്നത്തെ വിവരമൊന്നും അറിഞ്ഞില്ല. ഒന്ന് പ്രാർത്ഥിക്കാന്ന് ശക്തമായിട്ട്. പ്രാർത്ഥിക്കാം. ഉം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന അലക്സാണ്ടർ ബ്രദറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ ഹാലരിയ ഭവനത്തിൽ വീണു എന്ന് കേട്ടല്ലോ അപ്പച്ച. ദൈവമേ, തന്റെ ശരീരത്തിലുള്ള മുറിവുകളൊക്കെ കർത്താവെ അങ്ങ് അറിയുന്നു. ഇന്ന് ഞങ്ങൾ വായിച്ചു കേട്ട വചനം പോലെ സാക്ഷാൽ അവൻ നമ്മുടെ ഹാലിൽ വ്യാധികളെ ചുമന്ന് അവന്റെ അടിപ്പിണറുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്നുള്ള അങ്ങയുടെ തിരുവചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മകന്റെ മേൽ ആ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവെ. ഉച്ചന്തല മുതൽ ഉള്ളംകാൽ വരെ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ തിരുരക്തത്തിന്റെ ശക്തിയെ അയച്ച് നിന്റെ മകൻ അത്ഭുതകരമായ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ ക്രൂശിന്റെ ശക്തി ഇപ്പോൾ തന്നെ ശരീരാത്മദേഹികളിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവെ. ഉച്ചന്തല മുതൽ ഉള്ളംകാൽ വരെ അത് ഇറങ്ങട്ടെ കർത്താവെ. അസ്ഥികളിലേക്ക്, ഞരമ്പുകളിലേക്ക്, രക്തധമനിക്കുള്ളിലേക്ക് സൗഖ്യമാക്കുന്ന ക്രൂശിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിച്ച് അത്ഭുതകരമായ വിടുതൽ ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനർത്ഥം വ്യസനത്തിന് കാരണമാകാതെ വണ്ണം ദൈവത്തിന്റെ കൃപയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അത്ഭുതകരമായ സൗഖ്യം മകന്റെ ജീവിതത്തിൽ കൊടുത്ത് നല്ല സാക്ഷ്യത്തോടെ കിടക്ക് വിട്ട് എഴുന്നേൽപ്പാൻ അപ്പാ അവിടുന്ന് സഹായിക്കുന്നതിന് നന്ദി. പ്രാർത്ഥിച്ചങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ആശീർവാദം പ്രിയ മകളിൽ കൂടി കേട്ട വചനങ്ങളൊക്കെ എല്ലാവർക്കും വളരെ സന്തോഷമായെന്ന് വിശ്വസിക്കുന്ന കർത്താവെ, നമ്മൾ എന്നും വചനം കേൾക്കുന്നവരായിട്ടല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യമാക്കുവാൻ തക്കവണ്ണം ഓരോ മക്കളും അതിനായി ഒരുങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആശീർവാദം പറയാൻ മനോജ് പാസ്റ്റർ ഞങ്ങൾ ക്ഷണിക്കുന്നു. മനോജ് പാസ്റ്റർ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ലക്ഷ്മിയും പറഞ്ഞോട്ടെ. ലക്ഷ്മി എന്ന ആശീർവാദം പറഞ്ഞേരെ. ലക്ഷ്മി ആശീർവാദം പറ. ആശീർവാദം പറ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ സമാധാനം, പരിശുദ്ധാത്മാവിന്റെ എപ്പോഴും എന്നേക്കും കർത്താവിന്റെ വീണ്ടും വരുമ്പോൾ നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ, 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 ആമേൻ.